ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ രാവിലെ നമ്മൾ തുടങ്ങുകയാണ്. പതിവ് പോലെ തന്നെ ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒപ്പം ഒരു അതിഥിയും ഒക്കെയുള്ള ഒരു ദിവസമാണിന്ന്. വാർത്തകളും വിശേഷങ്ങളുമായി പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ ഞങ്ങൾക്കൊപ്പം പ്രേക്ഷകരും തുടരുക. നമുക്ക് എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നേരെ പ്രധാന വാർത്തകളിലേക്ക് കടക്കുന്നു. സ്മാർട്ട് സിറ്റി പദ്ധതി ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കത്തിൽ വിവാദം തുടരുന്നു. ടികോമിന് നഷ്ടപരിഹാരം നൽകേണ്ടി വരുന്നത് 2007 വിചിത്ര വ്യവസ്ഥകളെ തുടർന്ന്. കരാർ കമ്പനി പിന്മാറിയാൽ നഷ്ടപരിഹാരം ഈടാക്കാൻ വ്യവസ്ഥയില്ല. പിഴവുകൾ അക്കമിട്ട് നിരത്തി 2014 CAG റിപ്പോർട്ട്. സ്മാർട്ട് സിറ്റി വിവാദത്തിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകുന്നതിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കും. പാളയം ഏരിയ സമ്മേളനത്തിന് പൊതുനിരത്തിൽ സ്റ്റേജ് കെട്ടിയതിൽ കേസ്. സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയെന്ന് പോലീസ്. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ കേരള സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കം. 40,000 കോടി രൂപ അധികമായി അനുവദിക്കണമെന്ന് സംസ്ഥാനം. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം 50% ഉയർത്തണമെന്നും ആവശ്യം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് ഹൈക്കോടതിയിൽ. CBI അന്വേഷണം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ. കൊലപാതകമെന്ന കുടുംബത്തിന്റെ പരാതിയും അന്വേഷിക്കുമെന്ന് പ്രോസിക്യൂഷൻ. ആലപ്പുഴ വാഹനാപകടത്തിൽ മരിച്ച ആൽബിൻ ജോർജിന്റെ സംസ്കാരം ഇന്ന്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. സംസ്ഥാനത്തെ കശുവണ്ടി വ്യവസായം നേരിടുന്ന പ്രതിസന്ധിയെ സംബന്ധിച്ച ന്യൂസ് 18 വാർത്ത പാർലമെന്റിൽ. റിസർവ് ബാങ്കിന്റെ ഇടപെടൽ ആവശ്യമെന്ന് NK പ്രേമചന്ദ്രൻ. കൊല്ലത്തെ തകർന്ന ജീവിതങ്ങൾ. ന്യൂസ് 18 വാർത്താ പരമ്പര തുടരുന്നു. എലത്തൂർ ഇന്ധന ചോർച്ചയിൽ കൂടുതൽ നടപടി. ജലസ്രോതസ്സുകളിൽ ലയിച്ച ഡീസൽ നിർവീര്യമാക്കാൻ ശ്രമം. ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ടെസ്റ്റ് ഇന്ന് മുതൽ. മത്സരം അഡലൈഡിൽ. ഓപ്പണറായി രാഹുൽ തുടരട്ടെ എന്ന് നായകൻ രോഹിത് ശർമ്മ. വിശദമായ വാർത്തകൾ നോക്കാം. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കുടുംബം നൽകിയ ഹർജിയാണ് പരിഗണിക്കുന്നത്. കേസ് ഡയറി ഹാജരാക്കാനും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനും സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും CBI അന്വേഷണം ആവശ്യമില്ല എന്നും സംസ്ഥാന സർക്കാർ അറിയിക്കും. കൊലപാതകമെന്ന കുടുംബത്തിന്റെ സംശയം കൂടി പരിശോധിക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. നവമി ദിനേശ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. നവമി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടിലാണ് സർക്കാർ. അത് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഹർജി പരിഗണിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും പ്രധാനമായി വരുന്ന വിഷയങ്ങൾ? എപ്പോഴത്തേക്ക് ഹർജി പരിഗണിക്കും? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നവമി? സർക്കാർ എടുക്കുന്ന ഈ ഒരു നിലപാട് അത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം തുടക്ക സമയത്ത് തന്നെ ഈ കുടുംബം CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു CBI കൂട്ടിലടച്ച തത്തയാണെന്ന്. അതുകൊണ്ട് തന്നെ വ്യക്തമായിരുന്നു ഈ ഒരു അന്വേഷണം, ഈ നവീൻ ബാബുവിന്റെ അന്വേഷണം CBIക്ക് വിട്ടുകൊടുക്കില്ല എന്ന, അല്ലെങ്കിൽ CBIയോട് അന്വേഷിക്കുന്നതിൽ താല്പര്യമില്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാരിൻ്റെതെന്ന് തുടക്കം മുതലേ അറിയാമായിരുന്നു. അത് തന്നെയാണ് ഇന്ന് കോടതിയിലും സർക്കാർ വ്യക്തമാക്കുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ സംഘമാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്നത്. അതിൽ ഈ തെളിവുകളൊന്നും തന്നെ നശിപ്പിക്കാതെ, അല്ലെങ്കിൽ അത് നശിപ്പിക്കാതെ അത് സംരക്ഷിക്കാനുള്ള ചുമതല സംസ്ഥാന പോലീസിനുണ്ട്. അത് ആ രീതിയിൽ തന്നെ നടക്കും. കുടുംബത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുവാനും കേരള പോലീസ് തയ്യാറാണ് എന്ന അടക്കമുള്ള കാര്യങ്ങളായിരിക്കും കോടതിയിൽ ഇന്ന് പ്രധാനമായും സർക്കാർ വ്യക്തമാക്കുക. എന്തായാലും കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോഴാണ് ഈ
ഈ കേസ് ഡയറി ഉൾപ്പെടെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി കേരള പോലീസിനോട് അന്വേഷണ സംഘത്തോട് കോടതി വ്യക്തമാക്കിയത്. അതിന്റെ ഒരു സാഹചര്യത്തിലും ഒപ്പം നവീൻ ബാബുവിന്റെ ഭാര്യ ഇതിലൊരു CBI അന്വേഷണം വേണം, ഈ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു അതൃപ്തിയുണ്ട്. അത് അങ്ങനെ പറയാൻ കാരണം ഇതിൽ ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട വ്യക്തി ദിവ്യ അത് ഒരു CPM പ്രവർത്തകയാണ്. CPMന്റെ പല ചുമതലകളിലും ഇപ്പോൾ ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് അന്വേഷണം ശരിയായ ദിശയിലേക്ക് പോകുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. പാർട്ടി ഈ വ്യക്തിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് പോകുമെന്നതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് CBI സ്വതന്ത്രമായിട്ടുള്ള ഒരു അന്വേഷണം കൃത്യമായിട്ട് നവീൻ ബാബുവിന്റെ മരണത്തിലെ അത് കൊലപാതകമാണ്, അതിന്റെ കൊലയാളിയെ ഈ കൃത്യമായിട്ടുള്ള ശിക്ഷ തന്നെ നടപ്പാക്കണം എന്നൊരു ആവശ്യം കൂടിയാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഇതിന്റെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു CBI അന്വേഷണം വേണമെന്ന് കുടുംബം പറയുന്നത്. പക്ഷെ അത് സർക്കാർ പൂർണ്ണമായും എതിർത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ നവീൻ ബാബുവിന്റെ ഹർജി പരിഗണിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ ഇന്ന് സർക്കാർ ഇക്കാര്യങ്ങളായിരിക്കും വ്യക്തമാക്കുക. കോടതി ഇനി എന്ത് നിലപാടായിരിക്കും ഇതിൽ സ്വീകരിക്കുക? CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തോട് അത് അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ? അതോ സർക്കാർ പറയുന്നത് പോലെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ആയി മുന്നോട്ട് പോകുന്നുണ്ട്, ഇനി മറ്റൊരു ഏജൻസി ഇതിനു വേണ്ടി അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെയാണോ കോടതിയും എത്തുക എന്നതാണ് ഇന്ന് നോക്കിക്കാണുന്നത്. തീർച്ചയായും വ്യക്തമാണ്. നാമി ദിനേശാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. ടി-കോമിന് എന്തിനാ നഷ്ടപരിഹാരം? സ്മാർട്ട് സിറ്റി കരാറിൽ CAG കണ്ടെത്തിയ ഗുരുതര പിഴവുകളാണ് വർഷങ്ങൾക്കിപ്പുറം ടി-കോമിന് നേട്ടമാകുന്നത്. കരാർ കമ്പനി പിന്മാറിയാൽ നഷ്ടപരിഹാരം ഈടാക്കാൻ വ്യവസ്ഥയില്ലാത്തതും സർക്കാർ പിന്മാറിയാൽ നഷ്ടപരിഹാരം നൽകുകയും വേണമെന്ന വിചിത്ര വ്യവസ്ഥകളാണ് 2007 ഒപ്പിട്ട കരാറിലുള്ളത്. 2014 പരിശോധനയിലാണ് CAG കരാറിലെ വീഴ്ചകൾ കണ്ടെത്തിയത്. 2014 ജൂലൈ 8 പ്രസിദ്ധീകരിച്ച CAG റിപ്പോർട്ടാണിത്. പൂർണ്ണമായും സ്മാർട്ട് സിറ്റി പദ്ധതി വിശദീകരിക്കുന്ന ഈ റിപ്പോർട്ടിൽ കരാറിലെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നുണ്ട്. കരാർ പൂർണ്ണമായും ടി-കോം കമ്പനിക്ക് അനുകൂലമാണ്. സ്മാർട്ട് സിറ്റി കരാറിൽ വീഴ്ചയുണ്ടായാൽ സർക്കാരിനെതിരെ ടി-കോമിന് നിയമ നടപടി സ്വീകരിക്കാം. എന്നാൽ ടി-കോമിന് വീഴ്ചയുണ്ടായാൽ സർക്കാരിന് ഈ സാധ്യതയുണ്ടെന്ന് കരാറിൽ പറയുന്നില്ല. പദ്ധതി അനന്തമായി വൈകുന്നതിന് കാരണമായി 2014 തന്നെ CAG ഇത് നിരീക്ഷിച്ചിരുന്നു. പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ടി-കോമിന് വീഴ്ചയുണ്ടായാൽ പിഴ ഈടാക്കാനും കരാറിൽ വ്യവസ്ഥയില്ല. 90,000 തൊഴിലവസരങ്ങൾ നിശ്ചിത കാലാവധിക്കകം രൂപീകരിക്കണമെന്ന് കരാറിൽ വ്യവസ്ഥയുണ്ടെന്നായിരുന്നു സർക്കാർ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ കരാർ കോപ്പിയിൽ നടത്തിയ ചില കൂട്ടിച്ചേർക്കലുകൾ ഈ വ്യവസ്ഥ ടി-കോമിന് അനുകൂലമാക്കിയെന്ന് CAG കണ്ടെത്തിയിരുന്നു. കരാറിലെ ഈ വീഴ്ചകളാണ് വർഷങ്ങൾക്കിപ്പുറം പദ്ധതി അവസാനിപ്പിക്കുമ്പോൾ ടി-കോമിന് നേട്ടമാകുന്നത്. സ്മാർട്ട് സിറ്റി കരാറിലെ ഈ പഴുത് തിരിച്ചറിഞ്ഞാണ് ടി-കോമുമായി ധാരണയുണ്ടാക്കി കരാർ അവസാനിപ്പിക്കാൻ സർക്കാർ തുനിയുന്നതെന്നാണ് സൂചന. അതായത് സർക്കാർ നേരിട്ട് പിന്നോട്ട് പോയാൽ ടി-കോം നിയമ നടപടി ആരംഭിച്ചേക്കാം. ഇതാവട്ടെ സർക്കാരിന്റെ തുടർ പദ്ധതിക്ക് തടസ്സമാവുകയും 246 ഏക്കർ ഭൂമി നിയമക്കുരുക്കിൽപ്പെടുകയും ചെയ്യും. ടി-കോമിന് നൽകേണ്ടി വരുന്ന നഷ്ടപരിഹാരം പരമാവധി കുറച്ച് തുടർ പദ്ധതി ഒരുക്കുക എന്നതായിരിക്കും ഇനി സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സ്മാർട്ട് സിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. കരാറിൽ വീഴ്ച വരുത്തിയ കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകുന്നത് എന്തിനെന്ന ചോദ്യമാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നത്. ഇക്കാര്യത്തിലെ പാർട്ടി നിലപാട് ഇന്ന് വ്യക്തമാക്കും. ഡാൻ കുര്യൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ഡാൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. പ്രധാനമായും ഇപ്പോൾ ടി-കോമിന് എന്തിനാണ് നഷ്ടപരിഹാരം നൽകുന്നത് ചോദ്യം അത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഈ ഘട്ടത്തിൽ അതിനുള്ള ഉത്തരം ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമോ? ഒരു ഉത്തരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിശദാംശങ്ങൾ. പാർട്ടി ഇക്കാര്യത്തിൽ വ്യക്തമായി പാർട്ടിയുടെ ഒരു നിലപാട് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വ്യക്തമാക്കും. അതായത് അവർ കരാറിൽ ടി-കോം കമ്പനി വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അത് വസ്തുനിഷ്ഠമായി ബോധ്യപ്പെട്ട കാര്യമാണ്. പിന്നെ എന്തിന് നഷ്ടപരിഹാരം നൽകുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, എന്തിന് നൽകണമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇത് വലിയ തരത്തിലൊരു രാഷ്ട്രീയ വിവാദമായി മാറിയിരുന്നു. പ്രതിപക്ഷ കക്ഷികളടക്കം സർക്കാരിനെതിരെ വലിയ തരത്തിൽ വിമർശനവുമായി രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇത് വിശദമായി ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യാൻ ഒരുങ്ങുന്നത്. എന്തായാലും
സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിരോധത്തിലായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആ ഒരു പ്രതിരോധത്തിലായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇത് കൃത്യമായി വിലയിരുത്തുന്നതിന് വേണ്ടി ഇന്ന് യോഗം ചേരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. അവിടെ ഏത് തരത്തിലായിരിക്കാം നേരത്തെ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച പോലെ CAG റിപ്പോർട്ടിലടക്കം ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ നടത്തിയ നിരീക്ഷണങ്ങളെക്കുറിച്ചടക്കം വിശദമായ ചർച്ച ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകാനാണ് സാധ്യത. അതിനുശേഷം പാർട്ടി ഈ കാര്യത്തിൽ എടുക്കുന്ന ഔദ്യോഗിക നിലപാട് എന്തായിരിക്കുമെന്നതാണ് അറിയാനുള്ളത്. തീർച്ചയായും ഡാൻ ദയവായി തുടരുക. മറ്റു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. തിരുവനന്തപുരം പാളയം ഏരിയ സമ്മേളനത്തിന് പൊതുനിരത്തിൽ സ്റ്റേജ് കെട്ടിയതിനും പ്രകടനം നടത്തിയതിനും കേസ്. വഞ്ചിയൂർ പോലീസാണ് കേസെടുത്തത്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയെന്ന് പോലീസ്. വഞ്ചിയൂർ ജംഗ്ഷനിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ CPM പൊതുസമ്മേളനത്തിന് റോഡ് തടസ്സപ്പെടുത്തി സ്റ്റേജ് കെട്ടിയത് വിവാദമായിരുന്നു. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഭരിക്കുന്ന പാർട്ടിക്ക് എന്തുമാവാം എന്ന രാഷ്ട്രീയമാണോ ഇതിലേക്ക് നയിച്ചത്? പ്രധാനമായും ഈ പൊതുവഴി അടച്ചുകെട്ടിയുള്ള സമ്മേളനങ്ങളൊക്കെ കോടതി പോലും വിലക്കിയ സാഹചര്യത്തിൽ പോലും അതൊന്നും മുഖവിലക്കെടുക്കാതെ ഇത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പൊതുനിരത്തിൽ സ്റ്റേജ് കെട്ടി പ്രകടനം നടത്തുക എന്താണ് സർക്കാർ ഇതിൽ കൂടി ഉദ്ദേശിക്കുന്നത്? പാർട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? ഈ പ്രതിഷേധത്തിനൊടുവിലാണ് ഇപ്പോൾ കേസെടുക്കാൻ തന്നെ പോലീസ് തയ്യാറായത്. പാളയം ഏരിയ സമ്മേളനത്തോട് അനുബന്ധിച്ച് ഇന്നലെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പൊതുസമ്മേളനം വഞ്ചിയൂർ പോലീസ് സ്റ്റേഷന് സമീപത്ത് ക്രമീകരിച്ചിരുന്നത്. ഈ പൊതുസമ്മേളനത്തോട് അനുബന്ധിച്ചാണ് പോലീസ് സ്റ്റേഷന് സമീപത്തായി സ്റ്റേജ് കെട്ടിയിരുന്നത്. ഇത് റോഡിലേക്ക് ഇറക്കി കെട്ടിയ നിലയിലായിരുന്നു സ്റ്റേജ് ഉണ്ടായിരുന്നത്. ഈ ഒരു സമ്മേളനത്തിന് വേണ്ടി മാത്രമാണ് എന്നും അത് കഴിഞ്ഞാൽ അഴിച്ചു മാറ്റും എന്ന നിലപാടിലായിരുന്നു രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ CPM നേതൃത്വത്തിന്റെ പ്രതികരണം. പ്രധാനമായി വാഹനങ്ങൾ ഇരുവഴിയായി പോയാൽ പോലും വലിയ തരത്തിൽ തിരക്കും അല്ലെങ്കിൽ നീണ്ട ക്യൂവുമൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് വഞ്ചിയൂർ ജംഗ്ഷൻ. അവിടെ ഈ സ്റ്റേജ് അവിടെ കെട്ടിയിരുന്നത് മൂലം വാഹനങ്ങൾ ഒരു വഴിയായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായതാണ് വലിയ തരത്തിൽ ഗതാഗത കുരുക്കിന് വഴിവെച്ചത്. കോടതിയിലേക്ക് എത്തിയ ജഡ്ജിമാരുടെ വാഹനങ്ങൾ പോലും ഇങ്ങനെ കുരുക്കിൽപ്പെട്ടു പോയി എന്നാണ് കോടതിയിൽ നിന്നുള്ള അഭിഭാഷകരടക്കം പിന്നീട് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് വലിയ വിവാദമായതിന് പിന്നാലെയാണ് വഞ്ചിയൂർ പോലീസ് തന്നെ ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സം സൃഷ്ടിച്ചു എന്ന വകുപ്പ് ചുമത്തിക്കൊണ്ടാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. പക്ഷേ തുടർ നീക്കങ്ങൾ എങ്ങനെയാകും എന്ന കാര്യമൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. ആ സ്റ്റേജ് ഉടൻ തന്നെ അവിടെ നിന്ന് അടിച്ചു മാറ്റുമെന്ന് ഈ വിവാദങ്ങൾ ഇങ്ങനെ വലിയ തരത്തിൽ ചർച്ചയാകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ സമ്മേളനം അവസാനിച്ചാൽ ഉടൻ അവിടെ നിന്ന് സ്റ്റേജ് അഴിച്ചു മാറ്റും എന്നായിരുന്നു CPM നേതൃത്വത്തിന്റെ വിശദീകരണം. പക്ഷേ വലിയ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ശക്തമായതിന് പിന്നാലെയാണ് വഞ്ചിയൂർ പോലീസ് തന്നെ ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്ക് നേരെ SFI പ്രവർത്തകർ നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. KSU ഇന്ന് കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. SFI ഇടിമുറികൾ ഇപ്പോഴും ക്യാമ്പസുകളിൽ സജീവമായുണ്ടെന്നാണ് ആക്ഷേപം. ഡാൻ കുര്യൻ തുടരുന്നു വിവരങ്ങളുമായി. ഡാൻ, പ്രധാനമായും ഈ ഭിന്നശേഷി ദിനത്തിന് തൊട്ടു പിറ്റേന്ന് അല്ലെങ്കിൽ ഭിന്നശേഷി ദിനത്തിന്റെ അന്ന് ഭിന്നശേഷിക്കാരായ ആളുകളെ ചേർത്ത് പിടിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതിന്റെ പിറ്റേ ദിവസമാണ് ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്ക് നേരെ SFI പ്രവർത്തകർ അതിക്രമം നടത്തിയത്. SFI ഇടിമുറികൾ തുടരുന്നു ക്യാമ്പസുകൾ എന്നതിന്റെ നേർസാക്ഷ്യം വീണ്ടും തെളിയിക്കുക തന്നെയായിരുന്നു ഈ സംഭവം. ഇന്നിതാ KSU പ്രവർത്തകർ അങ്ങോട്ട് മാർച്ച് നടത്തുന്നു മനസ്സിലാക്കുന്നു. എപ്പോഴാണ് മാർച്ച്? വിവരങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസമാണ് ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്ക് SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനുള്ളിൽ അതിക്രമം നേരിടേണ്ടി വന്നത്. ഈ വിദ്യാർത്ഥിയെ അവർ വളഞ്ഞുവെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കം കഴിഞ്ഞ ദിവസം മൊബൈൽ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതോടെയാണ് ഇത് വലിയൊരു വിവാദമായി മാറി ഒരു പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്നലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും KSU ഇന്ന് രാവിലെ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് 10 മണിയോടെ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. SFI വീണ്ടും യൂണിവേഴ്സിറ്റി കോളേജിനുള്ളിൽ ഇടിമുറികൾ സൃഷ്ടിക്കുകയാണ് എന്നാണ് ഈ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ ആക്ഷേപം. അത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. എല്ലാ യുവജന സംഘടനകൾക്കും ഒരേപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ക്യാമ്പസിനുള്ളിൽ ഉണ്ടാകണം എന്ന ഒരു നിലപാട് കൂടിയുണ്ട് മറ്റ് സംഘടനകൾക്ക്. എന്തായാലും സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സുരക്ഷയായിരിക്കും
ഈ പ്രതിഷേധ മാർച്ച് നടക്കുന്ന സമയത്ത് കോളേജിലും പരിസരത്തുമൊക്കെ ഉണ്ടാകുക. ശരി, ഡാൻ കുര്യനാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് വാർത്തകളുണ്ട്. ആ വാർത്തകളിലൊക്കെ വിശദാംശങ്ങളാണ് ഡാൻ പങ്കുവച്ചത്. ഡാൻ, നന്ദി. എന്തായാലും കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ കേരള സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കം. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ എണ്ണിപ്പറഞ്ഞുള്ള വിശദമായ മെമ്മോറാണ്ടമാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്നത്. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതത്തിൽ കേരളത്തോട് അനുഭാവം കാണിക്കണമെന്നാണ് പ്രധാന ആവശ്യം. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗാരിയയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘമാണ് സന്ദർശനത്തിന് എത്തുന്നത്. കേന്ദ്രവിഹിതമായി 40,000 കോടി രൂപ പ്രതിവർഷം അധികമായി അനുവദിക്കാൻ കേന്ദ്രം തയ്യാറാകണമെന്നതാണ് ധനവകുപ്പിന്റെ പ്രധാന ആവശ്യം. 41% കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതം. ഇത് 50 ഉയർത്തണമെന്ന ആവശ്യവും കേരളം മുന്നോട്ട് വയ്ക്കും. ഒരു വശത്ത് കേന്ദ്രവിഹിതം 50% ഉയർത്തണമെന്ന ആവശ്യം, മറുവശത്ത് അത് 36% കേന്ദ്രം കുറച്ചേക്കുമെന്ന ആശങ്ക. ഇതിന് നടുവിലാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ സംസ്ഥാനത്ത് സന്ദർശനത്തിനെത്തുന്നത്. 10ാം ധനകാര്യ കമ്മീഷൻ വരെ കേന്ദ്ര നികുതി വിഹിതത്തിന്റെ 3.8% സംസ്ഥാനത്തിന് ലഭിച്ചിരുന്നത്. എന്നാൽ 2011 സെൻസസ് പ്രകാരം ചട്ടങ്ങൾ പരിഷ്കരിച്ചതോടെ സംസ്ഥാനത്തിന്റെ നികുതി വിഹിതം 1.92% കുറയുകയായിരുന്നു. ഇതാണ് കടുത്ത ധനപ്രതിസന്ധിക്ക് വഴിവെച്ചത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളമേറെ പുരോഗതി കൈവരിച്ചെന്നും ഇനി അധിക സഹായത്തിന്റെ ആവശ്യമില്ലെന്നുമാണ് കേന്ദ്ര നിലപാട്. ബീഹാർ, ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് അധിക സഹായം നൽകുന്നത് പിന്നാക്കാവസ്ഥ പരിഗണിച്ചാണെന്നും കേന്ദ്രം വാദിക്കുന്നു. അതേസമയം ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉൾപ്പെടെയുള്ള തുടർച്ചയായ പ്രകൃതി ദുരന്തങ്ങൾ കാരണം സംസ്ഥാനത്തുണ്ടായ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ച് കേന്ദ്ര സമീപനത്തിൽ മാറ്റം വരുത്തണമെന്നാണ് ധനവകുപ്പിന്റെ നിവേദനം. ഞായറാഴ്ച മുതൽ 3 ദിവസമാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗാരിയയുടെ നേതൃത്വത്തിലുള്ള സംഘം സംസ്ഥാന സന്ദർശനത്തിനെത്തുന്നത്. 10 രാവിലെ കമ്മീഷൻ മുഖ്യമന്ത്രിയെ സന്ദർശിക്കും. രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും വ്യാപാര വ്യവസായ പ്രതിനിധികളുമായും ചർച്ച നടത്തുന്നുണ്ട്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ആഘാതമാകുമോ നിരക്ക് വർധന? സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധന ഇന്ന് പ്രഖ്യാപിക്കും. യൂണിറ്റിന് 20 പൈസ വരെ വർധനവിനാണ് സാധ്യത. പ്രതിമാസം 50 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്നവരെ നിരക്ക് വർധനയിൽ നിന്ന് ഒഴിവാക്കും. വേനൽക്കാലത്ത് സമ്മർ താരിഫായി യൂണിറ്റിന് 10 പൈസ അധികം വേണമെന്ന ആവശ്യവും KSEB മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് അംഗീകരിച്ചേക്കില്ല. അണക്കെട്ടുകളിലെ ജലനിരപ്പ് കുറഞ്ഞതും വൈദ്യുതി വാങ്ങാനുള്ള ദീർഘകാല കരാർ റദ്ദാക്കിയതുമാണ് KSEBയുടെ അധിക ബാധ്യതയ്ക്ക് കാരണം. LDF 5ാം തവണയാണ് വൈദ്യുതി നിരക്ക് കൂട്ടുന്നത്. റിസർവ് ബാങ്ക് പുതിയ പണനയം ഇന്ന്. അടിസ്ഥാന പലിശ നിരക്കിൽ മാറ്റം വരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പുതിയ സാഹചര്യത്തിൽ നിരക്ക് 0.5% കുറച്ചേക്കുമെന്നാണ് സൂചന. കുറവ് വന്നാൽ ഭവന വായ്പയിലടക്കം പലിശയിൽ കുറവുണ്ടാകും. അതേസമയം പണപ്പെരുപ്പ നിരക്ക് 6.2% തുടരുകയാണ്. ബാങ്കുകളുടെ കരുതൽ ധന അനുപാതം കുറയ്ക്കുന്നതും RBIയുടെ പരിഗണനയിലുണ്ട്. കളർക്കോട് വാഹനാപകടത്തിൽ മരിച്ച എടത്വ സ്വദേശി ആൽവിൻ ജോർജിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പുലർച്ചെയോടുകൂടിയാണ് മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം 10 മണിയോടെ ആൽവിൻ പഠിച്ചിരുന്ന മെഡിക്കൽ കോളേജിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, നമ്മൾ ഇന്നലെ ഏറെ വേദനിപ്പിച്ചുകൊണ്ടാണ് ആൽവിൻ യാത്രയായത്. ഇപ്പോൾ ഈ കളർക്കോട് വാഹനാപകടത്തിൽ മരണം 6 ഇന്നത്തെ നടപടികൾ എങ്ങനെയാണ്? എപ്പോഴത്തേക്ക് പൊതുദർശനം ഉണ്ടാകും? ഭവ്യ, രാവിലെ തന്നെ, അതായത് ഇന്നലെ വൈകിട്ടോടെയാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ആൽവിന്റെ മരണം സ്ഥിരീകരിച്ചത്. പിന്നീട് ഇന്ന് പുലർച്ചയോടുകൂടി ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി ജന്മനാടായ ആലപ്പുഴയിലേക്ക് മൃതദേഹം എത്തിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത്. ഇന്ന് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ച് ആൽവിൻ പഠിച്ച ക്യാമ്പസായ TD മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ പൊതുദർശനമുണ്ടാകും. ആ പൊതുദർശനത്തിന് ശേഷം പിന്നീട് സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റുകയാണ് ചെയ്യുക. ഞായറാഴ്ച വൈകിട്ടോടുകൂടി തലവടിയിലെ മാതാവിന്റെ കുടുംബ വീടായ കറുകപ്പറമ്പ് വീട്ടിൽ എത്തിക്കും. അതിനുശേഷം തിങ്കളാഴ്ചയാണ് ആൽവിന്റെ സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത്. എടത്വ
സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ സെമിത്തേരിയിലാണ് ആൽവിൻ സംസ്കാരം നടക്കുക. നമുക്കറിയാം കളർകോട് എല്ലാവരെയും ഞെട്ടിച്ച കളർകോട് വാഹനാപകടത്തിൽ 5 വിദ്യാർത്ഥികളാണ് അപകടത്തിന്റെ ആദ്യ ദിവസം മരണപ്പെട്ടത്. അതിനുശേഷം 4 വിദ്യാർത്ഥികൾ കൂടി ചികിത്സയിലുണ്ടായിരുന്നു. അതിൽ ആൽവിന്റെ നിലയായിരുന്നു ഏറ്റവും ഗുരുതരമായി തുടർന്നിരുന്നത്. ഇന്നലെ വൈകിട്ടോടു കൂടിയുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ മറ്റ് വിദ്യാർത്ഥികൾ വെന്റിലേറ്ററിൽ അടക്കമുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ പിന്നീട് മാറ്റുകയും ചെയ്തു. പക്ഷേ വൈകിട്ടോടുകൂടി ആൽവിന്റെ നില അതീവ ഗുരുതരമാവുകയും മരണം സ്ഥിരീകരിക്കുകയുമാണ് ചെയ്തത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്ന് RTO കോടതിയിൽ അപകടത്തെ സംബന്ധിച്ച റിപ്പോർട്ടും ഇന്ന് സമർപ്പിക്കും. അതിനുശേഷം കാരണം വിദ്യാർത്ഥികൾക്ക് വാഹനം വാടകയ്ക്ക് നൽകിയ ആൾ ഉൾപ്പെടെയുള്ളവരോട് ഇന്ന് ഹാജരാവാനും RTO നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് RTO കോടതിക്ക് കൈമാറുക. ഭവ്യ. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് എലത്തൂർ ഇന്ധന ചോർച്ചയിൽ ഇന്ന് തുടർ നടപടി. ജലസ്രോതസ്സുകളിൽ കലർന്ന ഡീസൽ നിർവീര്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് തുടങ്ങും. MS അനീഷ് കുമാർ നൽകും വിവരങ്ങൾ. അനീഷ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ കണ്ടതാണ് ഈ ഡീസൽ ചോർച്ച മാത്രം. അതിൽ തുടർന്ന് നാട്ടുകാർ അവിടെ നിന്ന് കുപ്പികളുമായി എത്തി ഡീസൽ കൊണ്ടുപോകുന്നതടക്കം നമ്മളൊരു അപൂർവ കാഴ്ചയ്ക്ക് പോലും നമ്മൾ സാക്ഷിയായി. പ്രധാനമായും ഇന്ന് എന്തൊക്കെ നടപടികളാണ് ഉണ്ടാവുക, എന്താണ് ഇതിന്റെ കാരണം എന്ന കാര്യത്തിലൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. എന്താണ് അധികൃതർ പറയുന്നത്? മെക്കാനിക് ഇലക്ട്രിക്കൽ വിഭാഗങ്ങളിലുണ്ടായ തകരാറാണ് ഇത്തരം ഒരു ചോർച്ചയിലേക്ക് നയിച്ചതെന്നാണ് അധികൃതർ ജില്ലാ ഭരണകൂടത്തിന് നൽകിയിരിക്കുന്ന വിശദീകരണം. മുന്നറിയിപ്പ് സംവിധാനം കൃത്യമായി പ്രവർത്തിക്കാതെ വന്ന സാഹചര്യത്തിലാണ് ഡീസൽ പുറത്തേക്ക് ഒഴുകിയത്. അത് ഓവുചാലൽ വഴി പുറത്തേക്ക് ഒഴുകുകയായിരുന്നു എന്നും പറയുന്നു. എന്തായാലും ആ ചോർച്ച പരിഹരിച്ചു എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. മിനിഞ്ഞാന്ന് രാത്രി തന്നെ ആ ചോർച്ച നിയന്ത്രണ വിധേയമാക്കി. പക്ഷേ ഈ മണ്ണിൽ ഊറി നിൽക്കുന്ന ഡീസലിന്റെ അംശങ്ങൾ പൂർണ്ണമായും താഴേക്ക് പിന്നെ ഒഴുകി തീർന്നേ അത് മാറുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഒരു ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നം എന്ന രീതിയിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം ഇതിനെ വിലയിരുത്തുന്നത്. നേരത്തെ പൊല്യൂഷൻ വകുപ്പ്, ഈ മലിനീകരണ നിയന്ത്രണ ബോർഡും മറ്റുമൊക്കെ അവിടെ എത്തിയിരുന്നു. ഒപ്പം ഈ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥരും എത്തി പരിശോധനകൾ നടത്തി. എന്തായാലും ഈ ഫാക്ടറി അധികൃതർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. അത് ഈ ഫാക്ടറീസ് ആക്ടിലെ 96 വകുപ്പുകൾ പ്രകാരമാണ് ഇത്തരത്തിൽ മലിനീകരണം വരുത്തി എന്ന കുറ്റത്തിനാണ് 1 കോടി രൂപ വരെ വേണമെങ്കിൽ പിഴ നൽകാവുന്ന വകുപ്പുകളുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നതെന്നും നേരത്തെ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഒരു അപകടം എന്ന രീതിയിൽ തന്നെയാണ് ഈ ചോർച്ചയെ യാദൃശ്യമായി നടന്ന ഒരു സംഭവം എന്ന രീതിയിൽ തന്നെയാണ് ആ ചോർച്ചയെ കാണുന്നതെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഏതാണ്ട് 2 കിലോമീറ്റർ ചുറ്റളവിലും ഇതിന്റെ ആഘാതം എത്തി എന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു. വിശദമായ പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു. ഓവുചാലിലൂടെ ഒഴുകിയ വെള്ളം ജലാശയങ്ങളെ മലിനമാക്കുകയും കടലിലേക്ക് വരെ എത്തുകയും ചെയ്തു എന്ന് കണ്ടെത്തിയിരുന്നു. ഒപ്പം പലയിടങ്ങളിലും മീനുകൾ ചത്തുപൊങ്ങുന്നതായി കണ്ടെത്തിയെന്നും അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജല ശുചീകരണത്തിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചത്. മുംബൈയിൽ നിന്നുമുള്ള ഒരു പ്രത്യേക രാസമിശ്രിതം എത്തിക്കുകയും അത് ജലത്തിൽ ചേർക്കുകയും അങ്ങനെ ജലം ശുചിയാക്കി എടുക്കുകയും അതായത് എണ്ണമയം പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ്. അത് സാധാരണമായി തന്നെ ഇത്തരത്തിൽ കടലിലും മറ്റിടങ്ങളിലുമൊക്കെ എണ്ണ ചോരുമ്പോൾ ജലം ശുചിയാക്കുന്നതിനുള്ളൊരു മാർഗമാണ്. അത് ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി മുംബൈയിൽ നിന്നും ആ രാസമിശ്രിതം എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ രാവിലെ ഇപ്പോൾ ഇതുവരെ ഈ ജലം ശുചിയാക്കൽ നടപടികൾ ആരംഭിച്ചിട്ടില്ല. അല്പം വൈകാതെ ആരംഭിക്കുമെന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഈ മണലിൽ മറ്റുമൊക്കെ ഈ ഡീസൽ കലർന്നിരുന്നു. അവ ശുചിയാക്കി കൃഷിഭൂമി ആളുകളുടെ വീണ്ടെടുക്കുന്നതിനുള്ള നടപടികൾ ചെയ്യുമെന്നും വ്യക്തമാക്കി. എന്തായാലും ആ നടപടിക്രമങ്ങളും വൈകാതെ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. ഏതാണ്ട് 9 തന്നെ ഈ നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കാനാണ് സാധ്യത. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ജീവിതം തകരുന്ന കൊല്ലം. സംസ്ഥാനത്ത് കശുവണ്ടി വ്യവസായം നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചുള്ള ന്യൂസ് 18 വാർത്താ പരമ്പരയ്ക്ക് പിന്നാലെ വിഷയം ലോക്സഭയിൽ ഉന്നയിച്ച NK പ്രേമചന്ദ്രൻ MP. സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി നിർദ്ദേശം പൊതുമേഖലാ ധനകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പാലിക്കാത്തത് വ്യവസായികളെയും തൊഴിലാളികളെയും പ്രതിസന്ധിയിലാക്കുന്നുവെന്നും ഇക്കാര്യത്തിൽ റിസർവ് ബാങ്കിന്റെ ഇടപെടൽ ആവശ്യമാണെന്നും പ്രേമചന്ദ്രൻ സഭയിൽ പറഞ്ഞു. വായ്പകൾ റീസ്ട്രക്ചർ ചെയ്യുന്നതിന് പകരം നിഷ്ക്രിയ ആസ്തിയാക്കുന്നത് ബാങ്കുകൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 30-ലധികം വ്യാപാരികളുടെ വീടുകൾ ജപ്തിയായത് സംബന്ധിച്ചും ഒരു വ്യവസായിയുടെ ആത്മഹത്യയെക്കുറിച്ചും ന്യൂസ് 18 വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു.
നിലവിലെ കണക്കനുസരിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രതിദിന ലാഭം 200 കോടി രൂപയാണ്. രാജ്യത്തെ ബാങ്കിംഗ് രംഗം ശക്തമായി നിൽക്കുന്നതോടൊപ്പം ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ തകരാതെ നോക്കേണ്ടതുണ്ടെന്ന് ലോക്സഭയിൽ NK പ്രേമചന്ദ്രൻ വ്യക്തമാക്കി. SLBC നിർദ്ദേശങ്ങൾ ബാങ്കുകൾ പാലിക്കാത്തത് തെറ്റായ നടപടിയാണ്. കശുവണ്ടി വ്യവസായം തകരുന്നത് തടയാൻ RBI ഇടപെടണം. വായ്പാ തിരിച്ചടവിന് സാവകാശം നൽകാതെ നിഷ്ക്രിയാസ്തിയാക്കുമ്പോൾ കശുവണ്ടി മേഖല വൻ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. In the last quarterly profit of SBI is 18,000 crores. That means per day SBI is making a profit of 200 crores. And I would like to know from the Honorable Minister, because the recent reply on 25th November 2024, this reply given by the Honorable Minister in question number 144, for the industry alone, during the 23-24, 1,80,500 crores of rupees are written off in 23-24 financial year. And as far as the retail loans, 90,000 crores of rupees have been waived off. വായ്പകളുടെ റീസ്ട്രക്ചറാണ് ഉണ്ടാവേണ്ടതെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. അതേസമയം അത്തരം ആവശ്യം ഉന്നയിച്ച് 4 വർഷം മുൻപ് സംസ്ഥാന സർക്കാരിന് അപേക്ഷ നൽകിയ വ്യാപാരികൾക്ക് കഴിഞ്ഞയാഴ്ചയാണ് വ്യവസായ വകുപ്പ് കൊല്ലം ജില്ലാ ഓഫീസിൽ നിന്ന് മറുപടി കത്ത് ലഭിച്ചത്. അപ്പോഴേക്കും പല വ്യവസായികളുടെയും വീടും വസ്തുവും ജപ്തിയിലായി എന്നത് മാത്രമല്ല, പലതും ബാങ്കുകൾ ലേലം നടത്തുകയും ചെയ്തിരുന്നു. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. പാർലമെന്റിലെ പ്രതിഷേധത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഭിന്നത പുറത്തുവരുന്നു. തൃണമൂൽ നേതാക്കളും അഖിലേഷ് യാദവ് സംയുക്ത പ്രതിപക്ഷ പ്രതിഷേധം പലതും ഒഴിവാക്കുന്നു. മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസം ശക്തമാകുന്നു എന്ന അഭ്യൂഹവും ശക്തമാണ്. അദാനിക്കെതിരായ കേസിനെ ചൊല്ലി പാർലമെന്റിൽ നടന്ന സംയുക്ത പ്രതിപക്ഷ പ്രതിഷേധമാണ് പുതിയ ചോദ്യങ്ങൾക്ക് വഴി തുറന്നത്. സംയുക്ത പ്രതിപക്ഷ പ്രതിഷേധം പലപ്പോഴും തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒഴിവാക്കി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് സഖ്യകക്ഷികളും പ്രതിഷേധത്തിൽ കാണിക്കുന്ന ആവേശം സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവിനോ തൃണമൂൽ നേതാക്കൾക്കോ ഇല്ല. कभी तृणमूल कांग्रेस इस तरफ जा रहा है, कभी आप उस तरफ जा रहा है. जिस ममता बनर्जी ने मल्लिकार्जुन खड़गे को इस जोट का फेस बनाना चाहती थी, देश की प्रधानमंत्री बनाने के लिए इन्होंने प्रपोजल लिए थे, आज वही मल्लिकार्जुन खड़गे की जो आह्वान है उसमें तृणमूल कांग्रेस नहीं है. ये एक तमाशा चल रहे हैं. അദാനി വിഷയം ഉന്നയിക്കുന്നതിൽ തൃണമൂലും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് നിലപാടിനൊപ്പമല്ല. തൊഴിലില്ലായ്മ, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കുള്ള ഫണ്ട് തടയൽ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച വേണമെന്നാണ് തൃണമൂൽ ആവശ്യപ്പെടുന്നത്. സമാജ്വാദി പാർട്ടി നേതാക്കളാകട്ടെ സംബാലാക്രമണം പോലുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്ന് വാദിക്കുന്നു. ഇന്ത്യ ബ്ലോക്കിൽ കോൺഗ്രസ് തൃണമൂലിനെ അവഗണിക്കുകയാണെന്നും പാർട്ടിക്ക് ആരോപണമുണ്ട്. മമതാ ബാനർജിയെ ഇന്ത്യ ബ്ലോക്കിന്റെ നേതൃത്വമേൽപ്പിക്കണമെന്നാണ് ഒരു വിഭാഗം TMC നേതാക്കളുടെ നിർദ്ദേശം കോൺഗ്രസ് മുഖവിലയ്ക്ക് പോലും എടുക്കുന്നില്ല. നല്ല തമാശ എന്നാണ് കോൺഗ്രസ് MP മാണിക്കം ഠാക്കൂർ നിർദ്ദേശത്തെ പരിഹസിച്ചത്. ലോക്സഭയുടെയും രാജ്യസഭയുടെയും സുഗമമായ പ്രവർത്തനത്തിന് സർക്കാരും പ്രതിപക്ഷവും ധാരണയിലെത്തിയിട്ടുണ്ടെങ്കിലും അത് ഫലത്തിൽ നടക്കുന്നില്ല. പ്രധാന വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് പ്രതിപക്ഷത്തെ തടയുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് കോൺഗ്രസിന്റെ കുറ്റപ്പെടുത്തൽ. ആദ്യ ആഴ്ചയിൽ ലോക്സഭ സമ്മേളിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് പറയാം. ആകെ 66 മിനിറ്റ് മാത്രമാണ് ലോക്സഭ പ്രവർത്തിച്ചത്. 35 മണിക്കൂറും നികുതിദായകരുടെ 52.32 കോടി രൂപയും പാഴായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വകുപ്പുകൾ ആർക്കൊക്കെ? മഹാരാഷ്ട്രയ്ക്ക് മഹായുതി അടുത്ത 5 വർഷത്തേക്ക് സ്ഥിരതയുള്ള സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. വകുപ്പ് വിഭജനം കൂട്ടായി തീരുമാനിക്കുമെന്നും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കി. മഹാരാഷ്ട്രയുടെ വികസനത്തിന് കേന്ദ്രത്തിൽ നിന്ന് സാധ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കി. കഴിഞ്ഞ സർക്കാരിലെ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി വരികയാണെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ തീരുമാനങ്ങൾ എടുക്കുമെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു. മന്ത്രിസഭാ വിപുലീകരണത്തെക്കുറിച്ചും വകുപ്പ് വിഭജനത്തെ സംബന്ധിച്ചും അന്തിമ തീരുമാനങ്ങൾ മുന്നണി കൂട്ടായി എടുക്കും. 3 പാർട്ടികളും സഹകരിച്ച് മന്ത്രിസ്ഥാനങ്ങൾ ആർക്കൊക്കെ നൽകണമെന്ന കാര്യം തീരുമാനിക്കും. ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. पहला जो आपका सवाल है उसमें कौन सा मंत्रालय किसके पास रहेगा, ये अंतिम चरण में है. उसका निर्णय तीनों मिलकर करेंगे. यूनिलैटरली उसकी घोषणा मैं नहीं कर सकता. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സംസ്ഥാനം കണ്ട തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ ഇനി കാണില്ല. 2019 മുതൽ 22 വരെ സംസ്ഥാനം ഒരുപാട് മാറ്റങ്ങൾ കണ്ടു. ഭാവിയിൽ സമാനമായ ഞെട്ടലുകൾ രാഷ്ട്രീയ രംഗത്തുണ്ടാകില്ല. വളരെ വേഗത്തിലുള്ള സർക്കാരാണ് ചുമതലയേറ്റിരിക്കുന്നത്. എല്ലാ വശങ്ങളും ചിന്തിച്ചു വേണം വേഗത ഉറപ്പാക്കാൻ എന്നും മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രി.
ദേവേന്ദ്ര ഫട്നവിസ്, ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ എന്നിവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ അറിയിച്ചു. സംസ്ഥാനത്തെ ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിലും നല്ല ഭരണം ഉറപ്പാക്കുന്നതിലും സാധ്യമായതെല്ലാം മഹായുതി സഖ്യം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അവിശ്വാസ പ്രമേയത്തിൽ പ്രധാനമന്ത്രി പുറത്തായതോടെ ഫ്രാൻസിൽ ഇനി ആര് സർക്കാരുണ്ടാക്കുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. പാർലമെന്റിലെ 577 അംഗങ്ങളിൽ 331 പേരും മൈക്കൽ ബാർണറ്റിനെതിരെ വോട്ട് ചെയ്തതോടെ 4 മാസങ്ങൾ മാത്രം ഭരിച്ച ബാർണർ വ്യാഴാഴ്ച രാജി സമർപ്പിച്ചു. വ്യക്തമായ ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും റിപ്പബ്ലിക്കൻ നേതാവിനെ സർക്കാരുണ്ടാക്കാൻ ക്ഷണിച്ച പ്രസിഡന്റ് മാക്രോണിനും ബാർണറിന്റെ പുറത്താക്കൽ തിരിച്ചടിയായി. 1962 ശേഷം ഇതാദ്യമായാണ് ഫ്രാൻസിലെ ഒരു പ്രധാനമന്ത്രി അവിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെട്ട് പുറത്താകുന്നത്. ബജറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് അവിശ്വാസ പ്രമേയത്തിലേക്ക് എത്തിയത്. ജൂലൈയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല. എന്നാൽ 190 സീറ്റുകൾ നേടിയ ഇടതു സഖ്യമായ പോപ്പുലർ ഫ്രണ്ടിനെ മറികടന്ന് 160 സീറ്റുകൾ നേടിയ മാക്രോണിന്റെ എൻസെമ്പിൾ സഖ്യത്തെ സർക്കാരുണ്ടാക്കാൻ വിളിക്കുകയായിരുന്നു. ഫ്രാൻസിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി 140 സീറ്റ് നേടിയിരുന്നു. രാജിവെച്ചെങ്കിലും പുതിയ സർക്കാർ ചുമതല ഏൽക്കും വരെ ബാർണർ കാവൽ പ്രധാനമന്ത്രിയായി തുടരും. പുതിയ സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ള ചുമതല പ്രസിഡന്റ് മാക്രോണിനാണ്. ആ നീക്കത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ കക്ഷികളെയും പാർലമെന്റ് നേതാക്കളെയും മാക്രോൺ കാണുന്നുണ്ട്. ഒരു സർക്കാരില്ലാതെ രാജ്യത്തിന് ഈ വർഷം അവസാനിപ്പിക്കേണ്ടി വന്നാൽ മാക്രോണിന് അത് വലിയ തിരിച്ചടിയാണ്. ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ഫ്രാങ്കോയിസ് ബേറോ അടുത്ത പ്രധാനമന്ത്രി ആയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത്. ഇത്രയും വേഗം സുസ്ഥിരമായ ഒരു സർക്കാരിനെ നിയമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാക്രോണിന്റെ ഭാവിയും തുലാസിലാകും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മറ്റു നിരവധി വാർത്തകളും വിശേഷങ്ങളും ഉണ്ട്. അതിലേക്ക് എത്താം ഒരിടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധന നാളെ പ്രഖ്യാപിക്കും. റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് നിരക്ക് വർധനയുടെ വിവരങ്ങൾ ധരിപ്പിച്ചു. ജലവൈദ്യുതോൽപാദനം കുറഞ്ഞതും ഉപഭോഗം കുതിച്ചുയർന്നതുമാണ് KECBയുടെ ബാധ്യത കൂട്ടിയത്. സ്മാർട്ട് സിറ്റി കരാർ പാലിക്കാത്ത ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാർ നീക്കം വിവാദത്തിൽ. മന്ത്രിസഭാ തീരുമാനത്തിൽ ദുരൂഹതയെന്ന് പ്രതിപക്ഷം. നടക്കാൻ പോകുന്നത് വൻ ഭൂമി കച്ചവടമെന്നും ഇതിനു പിന്നിൽ അഴിമതിയെന്നും VD സതീശൻ. ടീകോമിന്റെ പിന്മാറ്റം എന്തുകൊണ്ടെന്ന് സർക്കാർ വിശദീകരിക്കണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പദ്ധതി ഉപേക്ഷിക്കുകയല്ല എന്ന് P രാജേന്ദ്രൻ. കമ്പനി സർക്കാരിനാണ് നഷ്ടപരിഹാരം നൽകേണ്ടതെന്ന് VS അച്യുതാനന്ദന്റെ മുൻ IT ഉപദേഷ്ടാവ്. നടപ്പാക്കുന്നതിൽ വീഴ്ചയുണ്ടായാൽ പാട്ടത്തുക നൽകേണ്ടതില്ലെന്ന് വ്യവസ്ഥയുണ്ടായിരുന്നുവെന്ന് ജോസഫ് C. മാത്യു. പിന്നിൽ സ്ഥാപിത താൽപര്യങ്ങളെന്നാണ് മനസ്സിലാക്കുന്നതെന്നും ജോസഫ് C. മാത്യു. ടീകോമിന് നൽകിയ ഭൂമി തിരിച്ചെടുത്ത് ഇൻഫോ പാർക്കിന് നൽകണമെന്ന തീരുമാനം സ്വാഗതം ചെയ്ത് IT പ്രൊഫഷണൽസ്. ഇൻഫോ പാർക്കിൽ സ്ഥലപരിമിതിയാണ് നിലവിലെ പ്രശ്നം. പുതിയ തീരുമാനത്തിലൂടെ അത് പരിഹരിക്കപ്പെടുമെന്നാണ് അഭിപ്രായം. സിൽവർ ലൈൻ പദ്ധതിയിൽ ദക്ഷിണ റെയിൽവേയുമായി ചർച്ച നടത്തി കേരയിൽ. GPR അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായെന്ന് വിവരം. ആദ്യഘട്ട ചർച്ച പോസിറ്റീവെന്ന് കേരയിൽ MD. തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് അജിത് കുമാർ. കൊച്ചിയിൽ കേരയിൽ വിരുദ്ധ സമരസമിതിയുടെ പ്രതിഷേധം. പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ. സർക്കാർ ശ്രമം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനെന്ന് ആരോപണം. എലത്തൂർ ഇന്ധന ചോർച്ചയിൽ HPCL കമ്പനിക്കെതിരെ കേസെടുത്തു. 1 കോടി രൂപ വരെ പിഴയും തടവും ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തി. വിവിധ വകുപ്പുകൾ പ്ലാന്റിൽ പരിശോധന നടത്തിയ ശേഷമാണ് നടപടി. കമ്പനിക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകി. HPCL കമ്പനിയുടേത് ഗുരുതര വീഴ്ചയെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സംവിധാനങ്ങൾ പരാജയപ്പെട്ടതാണ് ചോർച്ചയ്ക്ക് കാരണം. ജലസ്രോതസ്സുകളിൽ ലയിച്ച ഡീസൽ തിരികെ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് രാവിലെയിലേക്ക്. ഭീമാപള്ളി ഉറൂസിന് തുടക്കമായി 13-ാം തീയതി വരെ നീണ്ടുനിൽക്കുന്ന ഉറൂസിനോട് അനുബന്ധിച്ച നിരവധി ആഘോഷങ്ങളാണ് നടക്കുക. വിശ്വാസികൾക്ക് ഉത്സവത്തിന് പുറമെ ഭീമ ബീവിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഉറൂസ്. രക്ഷയും രക്ഷിതാവും എന്ന പോലെ മനസ്സിനെ ശാന്തമാക്കുന്ന ഇടമെന്ന് സഞ്ചാരികൾ വിശേഷിപ്പിക്കുന്ന ഇടം. ഇസ്ലാമിക പ്രബോധനത്തിനായി എത്തിയ ഷഹീർ മാഹിർ ബിൻ അബൂബക്കറിന്റെ മാതാവ് ഭീമ ബീവിയുടെ പേരിൽ അറിയപ്പെടുന്ന ഭീമാപള്ളി.
ഓരോ വർഷവും ഭീമാ ബീവിയുടെ ചരമവാർഷികമായാണ് ഭീമാപള്ളി ഉറൂസ് ആചരിക്കപ്പെടുന്നത്. ആ ഭീമാപള്ളി ഉറൂസിന്റെ വിശേഷങ്ങളും അതിന്റെ ചരിത്രവും കാണാം. സേവനവും മതപ്രബോധനവുമായി കേരളം മുഴുവൻ ചുറ്റിത്തിരിഞ്ഞ ഭീമാ ബീവിയും മകൻ മാഹിർ ബിൻ അബൂബക്കറും ഒടുവിൽ തെക്കൻ തിരുവിതാംകൂറിലെ തിരുവല്ലം എന്ന സ്ഥലത്ത് സ്ഥിരതാമസമാക്കി. വിദഗ്ധരായ വൈദ്യർ കൂടിയായ മാഹിർ അബൂബക്കറിന്റെയും ഭീമാ ബീവിയുടെയും പ്രശസ്തി തെക്കൻ തിരുവിതാംകൂറിൽ വ്യാപിച്ചു. ഇതോടെ രോഗികളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമായ പല മതസ്ഥരും ഇവരുടെ സ്വാധീനത്തിൽ ഇസ്ലാം സ്വീകരിച്ചു. എന്നാൽ മതാരോഹണം തങ്ങളുടെ അസ്തിത്വത്തിനു തന്നെ ഭീഷണിയാണെന്ന് കണ്ട രാജഭരണകൂടം ഇതിനെ ചെറുത്തു. വിദേശികളായ ഭീമാ ബീവിയും മകനും കരം നൽകണമെന്ന് രാജഭരണകൂടം ഉത്തരവിട്ടു. എന്നാൽ ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിനു മാത്രമേ കരം നൽകുകയുള്ളൂ എന്ന് പറഞ്ഞ് നികുതി പിരിക്കാൻ വന്ന രാജകിങ്കരന്മാരോട് മാഹിർ അബൂബക്കർ പോരാടി. മാഹിർ ഹജ്ജിനു വേണ്ടി മക്കയിൽ പോയ സന്ദർഭത്തിൽ കരം നൽകിയില്ലെങ്കിൽ നിങ്ങളെ നാടുകടത്താൻ നിർബന്ധിതരാകുമെന്ന് പറഞ്ഞ് ഭീമാ ബീവിയെ വിളിച്ച് രാജാവ് ഭീഷണിപ്പെടുത്തി. ബീവി വഴങ്ങിയില്ല. മാഹിർ അബൂബക്കർ മക്കയിൽ നിന്നും തിരിച്ചു വന്ന ഉടനെ അദ്ദേഹത്തെ നേരിടാൻ രാജാവ് തുനിഞ്ഞു. രാജകീയ സൈന്യത്തിലെ പടയാളികൾ രംഗത്തിറങ്ങി നാടുനീളെ കൊള്ള നടത്തി. പരിവർത്തിതരായ മുസ്ലിങ്ങളെയും വീടുകളെയും ആക്രമിച്ചു. ഈ ആക്രമണം തടയാനും മതപ്രചാരണ സ്വാതന്ത്ര്യം നിലനിർത്താനും മാഹിർ അബൂബക്കറും തന്റെ അനുയായികളുമായി യുദ്ധത്തിനിറങ്ങി. എന്നാൽ മാഹിർ അബൂബക്കറിനെയും അനുയായികളെയും ചതിയിലൂടെ വെട്ടിക്കൊലപ്പെടുത്തി. മകന്റെ വേർപാടിലുള്ള ദുഃഖം തളർത്തിയ ഭീമാ ബീവിയും 40 ദിവസത്തിനുള്ളിൽ മരണപ്പെട്ടു. ഇവരുടെ ഖബറടക്കിയ സ്ഥലമാണ് പിന്നീട് ഭീമാ പള്ളിയായി മാറിയത്. ഭീമാ ബീവിയുടെ ചരമവാർഷികത്തെ അടയാളപ്പെടുത്തുന്ന ഉത്സവമായി പിന്നീട് ഭീമാ പള്ളി ഉറൂസ് മാറി. ഇസ്ലാമിക മാസമായ ജമാദുൽ ആഖിറിന്റെ ആദ്യ ദിവസം ഉറൂസ് ആരംഭിക്കും. അടുത്ത 10 ദിവസത്തേക്ക് ഉത്സവമാണ്. പിന്നെ പള്ളിയുടെ ആചാരപരമായ പതാക ഉയർത്തിക്കൊണ്ടാണ് ആഘോഷം ആരംഭിക്കുക. വിദേശികൾ ഉൾപ്പെടെ ജാതിമത ഭേദമന്യേ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. ഈ ഖബറിൽ ആശ്രയം തേടിയെത്തുന്ന ഭക്തജനങ്ങൾക്ക് രോഗമുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇവിടുത്തെ കിണറിലെ വെള്ളം പോലും മരുന്ന് വെള്ളമെന്നാണ് അറിയപ്പെടുന്നത്. ഈ വെള്ളത്തിൽ കുളിക്കാനായി കിലോമീറ്ററുകൾ താണ്ടി വരെ ആളുകൾ എത്താറുണ്ട്. രോഗമുക്തിക്കായി ചന്ദനക്കുടമേന്തിയ നേർച്ചയും ഇവിടത്തുകാർക്ക് പ്രധാനമാണ്. ഭീമാപ്പള്ളിയിൽ വന്ന് ചന്ദനക്കുടം എടുക്കുക എന്നൊരു നേർച്ചയാണ്, അതൊരു വഴിപാടാണ്. ഒരു സ്ഥലത്തും ഇല്ല, ഒരു പള്ളിയിലും ഇല്ലാത്തതാണ് ഭീമാപ്പള്ളിയിൽ ചന്ദനക്കുടം എടുക്കുന്നത്. അത് നമ്മുടെ ആഗ്രഹകാര്യങ്ങൾ സബലീകരിക്കാനും ശരീരവേദന, തളർച്ച, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേർച്ചയാക്കി എടുക്കുന്നതാണ് ഇവിടുത്തെ ചന്ദനക്കുടം എന്ന് പറയുന്നത്. മച്ചാൻ്റെ ഫലം ഞങ്ങൾക്ക് തരും. അസുഖത്തിനെല്ലാം നമ്മൾ ചെയ്യും, കുറച്ച് തരാം. അത് കുറച്ചിട്ടുണ്ട്, നമുക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആണ്ടോറും വരും. എല്ലാ വർഷവും വരും. ഉറൂസ് എന്നാൽ ആഘോഷമാണ് എല്ലാ കാലത്തും. ഇവിടുത്തെ വ്യാപാര മേഖലയിലും അത് തെളിഞ്ഞു കാണാം. വഴിയോര കച്ചവടക്കാരുടെ തിരക്കാണ് ഉറൂസ് കാലത്ത് ഭീമാ പള്ളി ചുറ്റും. വിശ്വാസത്തിനപ്പുറം ഇവിടത്തുകാർക്ക് സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ് ഭീമാ പള്ളി ഉറൂസ്. കണ്ടു തീരാത്ത കാഴ്ചകളും പറഞ്ഞു തീരാത്ത വിശേഷങ്ങളുമായി ഇനി ഒരാഴ്ചക്കാലം ഭീമാ പള്ളിയുടെ മുറ്റത്ത് ഉത്സവമാണ്. ക്യാമറ പേഴ്സൺ ഗൗരിക്കൊപ്പം ഐഷത്തുൽ ഷംന, ന്യൂസ് 18. ബിഷപ്പ് ജോർജ് കൂവക്കാടിനെ കർദിനാളായി വാഴിക്കുന്ന ചടങ്ങിൽ ഇന്ത്യയിൽ നിന്ന് പ്രത്യേക പ്രതിനിധി സംഘം പങ്കെടുക്കും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് റോമിലെത്തും. വത്തിക്കാനിൽ നാളെയാണ് സ്ഥാനാരോഹണ ചടങ്ങ്. രാജ്യസഭാംഗമായ ഡോക്ടർ സത്നാം സിംഗ് സന്ധു, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി, യുവമോർച്ച മുൻ ദേശീയ സെക്രട്ടറി അനൂപ് ആന്റണി, ദേശീയ വക്താവ് ടോം വടക്കൻ എന്നിവരാണ് സംഘത്തിലുള്ളത്. ജോർജ് കൂവക്കാടിന്റെ സ്വദേശമായ ചങ്ങനാശ്ശേരി ഉൾപ്പെടുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ MP കൊടിക്കുന്നിൽ സുരേഷ് മാത്രമാണ് സംഘത്തിലുള്ള ഏക പ്രതിപക്ഷാംഗം. ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ സമവായ സാധ്യത തുറന്നു. കുറ്റങ്ങളും കുറവുകളും മറന്ന് ഐക്യം വേണമെന്ന് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ. എന്നാൽ കേസുകൾ പിൻവലിക്കാതെ സമാധാന നീക്കങ്ങൾക്ക് തയ്യാറല്ലെന്നാണ് യാക്കോബായ സഭയുടെ നിലപാട്. നവമി ദിനേശ് ചേർന്ന വിവരങ്ങളുമായി. നവമി, ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്, ഒരു സമവായ സാധ്യത തുറക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ ഈ പള്ളി തർക്ക വിഷയത്തിൽ?
ഭവ്യ, നമുക്കറിയാം ഈ ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കം അത് നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഒരു തർക്കമായിരുന്നു. അത് കോടതിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള ഒരു വിധി ഓർത്തഡോക്സ് വിഭാഗത്തിനുണ്ടായിട്ടും ആ പള്ളി ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലാണ്. കാരണം അത്രയേറെ ക്രമസമാധാന പ്രശ്നം അവിടെയുണ്ട്. ഓരോ തവണയും പോലീസ് സർക്കാർ ഈ ഏറ്റെടുത്ത ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറുന്നതിന് അവിടെ ചെല്ലുമ്പോൾ അവിടെ വിശ്വാസികളുടെ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവർ ഈ ഞങ്ങളുടെ പള്ളി ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, ഏത് കോടതി വിധി വന്നാലും വിട്ടുകൊടുക്കില്ല, അങ്ങനെയെങ്കിൽ ഞങ്ങൾ മരിക്കാൻ പോലും തയ്യാറാണെന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആഹ്വാനവുമായാണ് അവരവിടെ തടിച്ചുകൂടുന്നത്. അങ്ങനെ വലിയ രീതിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ഇത് തന്നെയാണ് സർക്കാർ പലതവണ കോടതി ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് കോടതി വിധി പാലിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരമായി സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയതും. കാരണം അവിടെ അത്രയേറെ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് വിശ്വാസികളെ അവരെ ഒരുപാടധികം നിർബന്ധിച്ച് അല്ലെങ്കിൽ അവർക്ക് നേരെ ഒരു ക്രമസമാധാനം പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ ഇത് നൽകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്ന തരത്തിലുള്ള വാദങ്ങളാണ് പലപ്പോഴും സർക്കാർ കോടതിയിൽ ഉന്നയിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് പോലും ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ടുള്ള വിധി നിൽക്കുന്ന സാഹചര്യങ്ങൾ കൂടിയാണ് ഇന്നലെ ഇത്രയും സുപ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനവുമായി കാതോലിക്ക ബാബ രംഗത്തെത്തിയത്. അദ്ദേഹം പറയുന്നത് ഒരു സഭയുടെ വളർച്ചയ്ക്ക് അങ്ങനെ വേണമെങ്കിൽ സമാധാനമാകണം. ഇതിനു മുൻപ് ഉണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ അത് ക്ഷമിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ, ഒന്നിച്ചു പോയാൽ മാത്രമേ സഭയ്ക്ക് അത് വളർച്ചയുണ്ടാകൂ എന്ന തരത്തിലുള്ള സുപ്രധാനമായിട്ടുള്ള പരാമർശങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് ഈ ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട ഒരു സമവായമാണ് ഓർത്തഡോക്സ് സഭ മുന്നോട്ട് വെക്കുന്നതെന്ന തരത്തിലുള്ളൊരു രീതിയിലായിരുന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന. പക്ഷേ സഭാ വിശ്വാസികൾക്കും അതും ഒരു വിഭാഗം ആളുകൾക്ക് വലിയ രീതിയിൽ അതിനോട് അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് യാക്കോബായ സഭയുടെ നിലപാട് അനുസരിച്ച് ഈ കേസുകൾ പിൻവലിക്കുകയാണെങ്കിൽ ഈ ഒരു സമവായത്തോട് ഞങ്ങളും അനുകൂലമായി തന്നെ മുന്നോട്ട് പോകാമെന്നൊരു തീരുമാനത്തിലേക്കാണ് യാക്കോബായ സഭയും ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി ഏത് തരത്തിൽ ഇങ്ങനെ കേസ് പിൻവലിക്കാൻ ഓർത്തഡോക്സ് സഭ തയ്യാറാകുമോ? കേസ് പിൻവലിച്ച് ഈ പള്ളി തിരികെ നൽകുവാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് തന്നെയാണോ ഇനി മുന്നോട്ട് പോകുക എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും ഇന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അധ്യക്ഷന്മാരുടെയൊക്കെ പ്രതികരണത്തിനും സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ കേസുകൾ പിൻവലിച്ച് പഴയ പോലെ തന്നെ ഈ പള്ളികൾ തിരിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലേക്ക്, അങ്ങനെ രണ്ടു കൂട്ടരും ആ രീതിയിലേക്ക് പോയി ഇതൊരു സമാധാനം പുലരാൻ തന്നെയാണ് ഇരു കൂട്ടരും ആഗ്രഹിക്കുന്നതെങ്കിൽ ഇനി അത് കോടതിയെ അറിയിക്കുക, സർക്കാരിനെ അറിയിക്കുക, അങ്ങനെ നിരവധി കടമ്പകൾ ഇനി മുന്നിലുണ്ട്. പലതവണ സർക്കാർ മധ്യസ്ഥത വഹിച്ച് ഇരു സഭകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിലേക്ക് പൊയ്ക്കൂടെ എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഇരു സഭകളും അത്തരത്തിലൊരു സമവായത്തിന് തയ്യാറായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുമ്പോൾ അത് ചെറിയ രീതിയിലെങ്കിലും ഒരു ആശ്വാസമായി തന്നെ കണക്കാക്കാം. ഭവ്യ. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നന്ദി നവമി. നമ്മൾ ഇനി കടക്കുന്നത് അതിഥിയിലേക്കാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു നമുക്കൊരു അതിഥി ഉണ്ടെന്ന്. അത് മറ്റാരുമല്ല, ശ്രീ ആനന്ദ് മൻവഥനാണ്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആനന്ദ് മൻവഥനാണ് നമുക്കൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത്. ആനന്ദ്, സ്വാഗതം ന്യൂസ് 18ലേക്ക് രാവിലെയിലേക്ക്. ഒരുപാട് സന്തോഷം അതിഥിയായി ഞങ്ങൾക്കൊപ്പം രാവിലെ തന്നെ ചേർന്നതിൽ. സന്തോഷം, തിരിച്ചു. ഓക്കെ ആനന്ദ്, ഇപ്പോൾ സിനിമ വലിയ വിജയമായി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ? എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് തുടക്കം തന്നെ പറയാനുള്ളത്? സിനിമയ്ക്ക് നല്ല അഭിപ്രായങ്ങൾ ഒരുപാട് വരുന്നുണ്ട്, നല്ല റിവ്യൂസ് വരുന്നുണ്ട്, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് സിനിമ. പക്ഷെ തിയേറ്ററിലേക്ക് ഇപ്പോഴും ആളുകൾ എത്തുന്നത് ഭയങ്കര മിനിമലായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഭയങ്കര കുറവാണ്. അതെന്താണെന്ന് പ്രൊമോഷന്റെ കുറവൊക്കെ ഉണ്ട് നമുക്ക് പടത്തിന്. ചെറിയൊരു പടമല്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അത് തന്നെ വലിയ സന്തോഷമാണ്. നമ്മൾ വിചാരിക്കാത്തടത്തു നിന്നൊക്കെ നമുക്ക് നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നു. അപ്പൊ അതാണ് ഏറ്റവും വലിയ സന്തോഷം. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒരു ചെറിയ പടമായിരിക്കും, അപ്പൊ അത് എങ്ങനെയായിരിക്കും തിയേറ്ററിൽ പോവാന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ കിട്ടുന്നതൊക്കെ ഭയങ്കര ബോണസാണ് നമുക്ക്.
തീർച്ചയായും. ആനന്ദ് ഇപ്പൊ പറഞ്ഞു തിയേറ്ററുകളിലേക്ക് ആളുകൾ എത്തുന്നത് കുറയുന്നുണ്ട്, പക്ഷേ സിനിമ കാണുന്നവരെല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. അപ്പോൾ ഈ ആളുകൾ തിയേറ്ററിലേക്ക് എത്താത്തത് എന്തുകൊണ്ടായിരിക്കുമെന്നാണ് കരുതുന്നത്? പ്രധാനമായും ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികളെ വെച്ചുകൊണ്ട്, കുട്ടികളെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടുള്ള സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാമോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊമോഷന്റെ കുറവ് കൊണ്ടായിരിക്കും? കാരണം കാണുന്നവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നു, പക്ഷേ തിയേറ്ററുകളിലേക്ക് ആളുകൾ എത്തുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഒന്നാമത്തെ കാര്യം, ഈ സിനിമയ്ക്ക് പ്രൊമോഷൻ എന്നുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോ ഇപ്പോ ഈ പറയുന്ന പോലെ വലിയ വലിയ പ്രൊഡക്ഷൻസ് സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുമ്പോൾ അവര് പ്രൊമോട്ട് ചെയ്യുന്ന പല രീതികളുണ്ട്, പുതിയ പല 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 രീതികളുണ്ട്. ഇപ്പൊ ട്രെയിലർ ലോഞ്ച് നടത്താറുണ്ട്, സോങ് ലോഞ്ച് എന്ന് പറയുന്ന ഒരു പരിപാടി നടത്താറുണ്ട്, പിന്നെ മോൾസിൽ പോയിട്ട് വലിയ പരിപാടീസ് നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ പല പരിപാടികളുണ്ട്. അപ്പൊ ഈ ഒരു ചെറിയ പടം എടുക്കുന്ന, ഇപ്പൊ ഇത് നമ്മുടെ മാത്രം അവസ്ഥയല്ല, ഈ ചെറിയ പടങ്ങൾ ചെയ്ത് റിലീസിന് എത്തിക്കുന്നവർക്ക് എല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അവർക്ക് ഇതേപോലത്തെ വലിയ ലോഞ്ചസോ വലിയ ഗ്രാൻഡ് പരിപാടികളോ ഒന്നും നടത്താൻ ചിലപ്പം അവരുടെ ഫണ്ടോ, ഈ പറയുന്ന പോലെ ചെറിയ പ്രൊഡക്ഷൻ സൗണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലുമൊക്കെ ആയിരിക്കും തിയേറ്റർ വരെ എത്തിക്കുന്നത്. അപ്പൊ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ഇപ്പൊ നമ്മുടെ കേസിലാണെങ്കിൽ അങ്ങനെയാണ് സംഭവിച്ചത്. ഇപ്പൊ പോസ്റ്റർ ഒട്ടിക്കാൻ പോലും ചിലപ്പോ നേരെ പോസ്റ്റർ ഒട്ടിക്കാൻ പോലും ഉണ്ടാവില്ല പലരുടെയും കേസിൽ. നമ്മുടെ കേസിലും അത് തന്നെയാണ്. പല ഡയറക്ടർമാരും ആദ്യത്തെ പടത്തിന് പോസ്റ്റർ ഒട്ടിക്കുന്നത്, സ്വന്തം നാട്ടിൽ പോസ്റ്റർ ഒട്ടിക്കുന്നതൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാറുണ്ടല്ലോ. അപ്പൊ അതൊരു ആഗ്രഹത്തിന്റെ പുറത്താണ്, സ്വന്തം പടത്തിന്റെ പോസ്റ്റർ ഒട്ടിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മളെ അവസ്ഥ കൊണ്ടാണ് ഞങ്ങൾ 2 ദിവസം ഇറങ്ങി ട്രിവാൻഡ്രം, അതും സിറ്റി ലിമിറ്റിന് പുറത്തേ നമുക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ പോയി ഒട്ടിച്ചത്. അപ്പൊ ഈ ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല സിനിമ പല സമയത്തും. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്, സാധാരണ ജനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഇട്ടാൽ തന്നെയും, ഇതിനെപ്പറ്റി പോസ്റ്റ് ഇട്ടാൽ തന്നെയും നമ്മുടെ സർക്കിളിലേ നിൽക്കുന്നുള്ളൂ. അപ്പോ സാധാരണ ആൾക്കാരിലേക്ക് എത്താൻ വേറെ പല രീതിയിലുള്ള പ്രൊമോഷൻ ടെക്നിക്സും ചെയ്യണം. അതിനുള്ള പരിമിതികൾ നമുക്കുണ്ടായിരുന്നു. അത് തന്നെയാണ് കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. ആനന്ദ്, ഈ മലയാള സിനിമയൊക്കെ റിലീസാകുന്ന സമയത്ത് മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ മലയാള സിനിമകൾക്ക് തിയേറ്റർ കിട്ടുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഇന്നലെ പുഷ്പ റിലീസായ സമയത്ത് 600-ലധികം തിയേറ്ററുകളിലാണ് ആ സിനിമ കേരളത്തിൽ മാത്രം ഓടുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള വലിയ സിനിമകൾ, അല്ലെങ്കിൽ വലിയ സ്റ്റാർ വാല്യുള്ള സിനിമകൾ വരുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ പോലെയുള്ള മലയാളികളുടെ, നമ്മുടെ നാട്ടിലെ നമ്മുടെ നല്ല സിനിമകൾ പിന്നോട്ടടിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, പുഷ്പ വന്നപ്പോ നമുക്ക് സ്ക്രീൻസ് കുറഞ്ഞു. ഇപ്പൊ ലിമിറ്റഡ് സ്ക്രീൻസിലാണ് നമ്മൾ പൊക്കോണ്ടിരുന്നത്. പുഷ്പ വന്നപ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്നും ഭയങ്കരമായിട്ട് താഴ്ന്നു. അതിപ്പം അങ്ങനെ ആരെ കുറ്റം പറയാനൊന്നും പറ്റുന്നില്ല. കാരണം തിയേറ്ററുകാരും അവരുടെ ബിസിനസ്സാണ് ഇത് നോക്കുന്നത്. അപ്പോ ആദ്യത്തെ 3 ദിവസം ഈ പുഷ്പ ഇങ്ങനെ വലിയ പടങ്ങളുടെയൊക്കെ, അന്യഭാഷാ പടങ്ങളുടെയൊക്കെ ആദ്യത്തെ 3 ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് കഴിയുമ്പോൾ കുറച്ച് തിയേറ്റേഴ്സൊക്കെ ചിലപ്പോൾ തിരിച്ചു വരാറുണ്ട്. അങ്ങനെയുള്ള പ്രതീക്ഷയാണ് നമ്മളും. ഇപ്പൊ ഭയങ്കരമായിട്ട് ഷോസ് കുറഞ്ഞു സ്ഥാനാർത്ഥി ശ്രീകുട്ടന്. അപ്പോ ആദ്യത്തെ ഒരു 3 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് തിയേറ്റേഴ്സ് തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ഉള്ള സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതിന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഇപ്പൊ പറഞ്ഞ പോലെ ഈ അന്യഭാഷാ ചിത്രങ്ങൾക്ക്, ഇപ്പൊ മലയാളം സിനിമകൾക്ക് അവിടെ തിയേറ്റർ കുറവാണെങ്കിലും ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ തമിഴ്നാട്ടിലായാലും കർണാടകയിലായാലും ഇപ്പൊ തെലുങ്ക് സിനിമ ഇൻഡസ്ട്രി അവിടെ ആയാലും ആൾക്കാർ മലയാള സിനിമ ഒരുപാട് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കെല്ലാം ഇപ്പൊ ഉള്ള ട്രോൾസ്, അവിടുത്തെ ഒരു ട്രോൾസിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ചില സിനിമകൾ പരാജയപ്പെട്ടു പോകാറുണ്ട്, ചില നല്ല സിനിമകൾ. അപ്പൊ അവര് അതിനെ ട്രോളായിട്ട് എടുക്കുന്നത്, നിങ്ങൾക്ക് മലയാളം സിനിമ കാണാൻ പറ്റുമല്ലോ, നിങ്ങൾക്ക് എന്താ ഇവിടത്തെ നല്ല സിനിമ കാണാൻ പറ്റാത്ത എന്നുള്ള ട്രോൾസ് ഞാൻ അവിടുത്തെ പേജസിൽ കാണാറുണ്ട്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് നമ്മളെ പടങ്ങൾ അവിടെ ഇപ്പൊ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അത് ഭയങ്കര സന്തോഷമാണ്, ചെറിയ പടമാണെങ്കിൽ പോലും. തീർച്ചയായും. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു, ഇപ്പോൾ പുഷ്പ ഈ കഴിഞ്ഞ ദിവസം, അതായത് 5-ാം തീയതി റിലീസാകുമെന്ന് നേരത്തെ നമ്മൾ എല്ലാവരും പറഞ്ഞതാണ്, ഒരുപാട് വാർത്തകൾ ഇടം പിടിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ 29-ാം തീയതിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ റിലീസായത്. അപ്പോൾ ആ ഒരു റിലീസിംഗ് ഡേറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു? ഈ സിനിമ വരുമ്പോൾ പിന്നോട്ടായി പോകുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ നേരത്തെ? ആക്ച്വലി നമ്മൾ ഇത് ആദ്യം പ്ലാൻ ചെയ്തത് 22-ാം തീയതിയാണ്. 22-ാം തീയതി നോക്കിയപ്പോ 6 മലയാളം സിനിമയാണ് ഒരുമിച്ചിറങ്ങിയത്. അപ്പോ നല്ല ഷോസ് ടൈം പോലും നമുക്ക് കിട്ടിയില്ല. അപ്പൊ അത് ആ സമയത്ത് വെറുതെ ഒരു ക്ലാഷ് ഉണ്ടാക്കി നമുക്ക് നല്ല സമയം, ആൾക്കാരിൽ ഒട്ടും നല്ല ഷോസ് കിട്ടാതിരിക്കണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മൾ 29-ാം തീയതി. ഈ 29-ാം തീയതി എന്നുള്ളൊരു സമയം മാത്രമേ നമ്മളെ ഫ്രണ്ടിൽ ഈ വർഷം ഉള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പൊ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറക്കുക എന്നേ ഉള്ളൂ. കാരണം 29-ാം തീയതി ഇറക്കിയ അടുത്ത ഒരാഴ്ച കഴിഞ്ഞാൽ പുഷ്പ വരും.
പിന്നെ 13-ാം തീയതി തൊട്ട് IFFK വരും, പിന്നെ 19-ാം തീയതി തൊട്ട് ക്രിസ്മസ് റിലീസസ് വരും. അത് വലിയ വലിയ പടങ്ങളാണ്. അപ്പൊ നമുക്ക് വേറെ ഒരു ടൈമും ഇല്ല. ഈ 29-ാം തീയതി എന്നുള്ളൊരു സമയം മാത്രമേ നമ്മുടെ ഓപ്ഷൻ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇറക്കിയതാണ്. പക്ഷെ നമ്മൾ ഓഫ്കോഴ്സ് നമുക്കറിയാം 5-ാം തീയതി വരുമ്പോഴത്തേക്കും ഈ പുഷ്പ വന്ന് അടിച്ചു കയറി നമ്മുടെ തിയേറ്ററുകളെല്ലാം പോകുന്നൊക്കെ നമുക്കറിയായിരുന്നു. പക്ഷെ നമുക്ക് ഈ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഫ്രണ്ടിൽ മുന്നിൽ. അപ്പോ വേറെ ഓപ്ഷൻ ഇല്ല. അതാണ് 29-ാം തീയതി തന്നെ ഇറക്കിയത്. ശരി. ഈ കുട്ടികളെ കേന്ദ്ര കഥാപാത്രമാക്കിയാണ് പ്രധാനമായും സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നുള്ള സിനിമ വന്നത്. ഈ ഒരു ഐഡിയ അത് ആരുടേതായിരുന്നു? ആ ഒരു കുട്ടികളെ പ്രധാനമായി കഥാപാത്രമാക്കുമ്പോൾ ഉള്ളൊരു ടെൻഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നു. എന്താണ് ആനന്ദിന് മനസ്സിലാക്കാൻ പറ്റിയത്? കുട്ടികളെ വെച്ച് ചെയ്യാൻ എളുപ്പമാണ് സത്യം പറഞ്ഞാൽ. നല്ല പിള്ളേരെ കിട്ടുകയാണെങ്കിൽ ഒട്ടും ഞാൻ പറയുന്നത് ഭയങ്കര എളുപ്പം അങ്ങനെയല്ല പറയുന്നത്. ഞങ്ങള് ഓഡിഷൻ ചെയ്തു ഒരു കൊച്ചിയിലും ട്രിവാൻഡ്രത്തുമായിട്ട് നമ്മൾ ഓഡിഷൻ ചെയ്ത് ഒരു കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു 15 ദിവസം ക്യാമ്പ് കൊടുത്തായിരുന്നു പിള്ളേർക്ക്. ആക്ടർ ട്രെയിനർ സാം എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്ത് തന്നെയുള്ള നമ്മളെ ഫ്രണ്ടാണ്. പുള്ളിയെ വെച്ച് നമ്മൾ 15 ദിവസത്തെ ക്യാമ്പ് കൊടുത്തു. ആ ക്യാമ്പിന്റെ അവസാന ദിവസങ്ങളിലാണ് നമ്മൾ ആരൊക്കെയാണ് ഏതൊക്കെ ക്യാരക്ടറാണെന്ന് ഫിക്സ് ചെയ്തത്. അല്ലാതെ ഓഡിഷനെ കണ്ടിട്ട് നമ്മൾ സെലക്ട് ചെയ്ത 1-2 പേര് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം ക്യാമ്പിന് അവരുടെ പെർഫോമൻസ് വെച്ചിട്ടും അവരുടെ രീതികൾ വെച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത്. പക്ഷെ ഈ പിള്ളേരെല്ലാം ഭയങ്കര ടാലന്റഡ് ആണ്. ഈ പറയുന്ന പോലെ ഞാനൊരു ആക്ടറല്ലേ, അപ്പൊ നമുക്ക് മനസ്സിലാവില്ല അവർ അഭിനയിക്കുന്നതാണെന്ന് മനസ്സിലാവും. നമ്മളെക്കാളും ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള പിള്ളേരാണ്. അവർക്ക് നമ്മൾ കാര്യം പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും. നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെ അവരുടെ ഡെപ്തിൽ അവര് ക്യാരക്ടറൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അഭിനയിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു പ്രശ്നമില്ലായിരുന്നു. അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. ചില സമയത്ത് ഈ പിള്ളേരുടെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും നോക്കിയിടാ ഒന്ന് ശ്രദ്ധിക്കടാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ രീതിയിൽ നമ്മളെ കൊണ്ടുവന്ന് മയപ്പെടുത്തി കൊണ്ടുവന്ന് അഭിനയിപ്പിക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഈ 10-42 ദിവസം ഷൂട്ട് ചെയ്ത് നമ്മളും തിരിച്ചൊരു സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യുന്ന പോലെ ആയിരുന്നു 42 ദിവസം ഷൂട്ട് എന്ന് പറയുന്നത്. തീർച്ചയായും നമ്മൾ ഇത്രയും നാളും കണ്ട അജു വർഗീസിനെ അല്ല സ്ഥാനാർത്ഥി ശ്രീകുട്ടനിൽ കണ്ടുകൊണ്ടിരുന്നത്. ഒരു അദ്ദേഹത്തിന്റെ സിനിമയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു കരിയർ ബ്രേക്ക് ആയിരിക്കും എന്നടക്കം വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നിരുന്നു. അതിനോട് എന്താണ് പറയാനുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട്. അത് അങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് അജുവേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയെന്നുള്ളതിലും അജുവേട്ടന് കൊടുക്കാൻ പറ്റിയെന്നുള്ളതിലും ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ ആദ്യം ആക്ച്വലി ഈ ക്യാരക്ടർ ഒരു സ്ത്രീ കഥാപാത്രമായിരുന്നു. ഞങ്ങൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. ഒരു ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്തത്. അങ്ങനെ നമ്മൾ ഒരുപാട് പേരെ നമ്മൾ അപ്രോച്ച് ചെയ്തായിരുന്നു. മലയാളത്തിൽ തന്നെയുള്ള ലീഡിംഗ് ആയിട്ടുള്ള ആക്ട്രസസിനെയൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്തു. അപ്പൊ അവർക്കാർക്കും ഈ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളതുകൊണ്ടാണോ, പിന്നെ പലർക്കും അങ്ങനെ ഒരു തോട്ട് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അവര് ഇതിൽ നിന്ന് വലിഞ്ഞു. എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഇത് വേണ്ട, ഈ ക്യാരക്ടറിനോട് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയുകയുണ്ടായി. നമ്മൾ ഒരുപാട് പേരെ നോക്കി. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഒരു പുരുഷനാക്കുന്നത് ആ കഥാപാത്രത്തിന്. ആക്ച്വലി ഇതില് അജുവേട്ടനെ ആദ്യം കണ്ട് മീറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഗുപ്തൻ സാർ എന്നുള്ള വേറൊരു ക്യാരക്ടറിനാണ് ആദ്യം പരിഗണിച്ചിരുന്നത്. അപ്പൊ പുള്ളിയുടെ അടുത്ത് കഥ പറഞ്ഞതും അങ്ങനത്തെ ആയിരുന്നു. പിന്നെയാണ് നമ്മൾ ഇങ്ങനെ ആക്കി അജുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഇത് ഇങ്ങനെ ക്യാരക്ടർ മാറ്റി പുരുഷനാക്കിയപ്പോൾ കുറച്ചും കൂടെ നന്നായും തോന്നി. അപ്പം നമ്മൾ അജുവേട്ടനെ വെച്ച് തന്നെ നമ്മളത് പ്ലാൻ ചെയ്ത് തുടങ്ങി, എഴുതി തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് വരുന്നത്. നമ്മൾ അജുവേട്ടൻ്റെ അടുത്ത് ഷൂട്ടിംഗ് സമയത്താണെങ്കിൽ അജുവേട്ടൻ്റെ അടുത്ത് പോയി നമ്മൾ കൃത്യമായിട്ട് പറയും. ഞങ്ങൾ 4 പേരും ഈ പറയുന്ന പോലെ ഇൻപുട്ട് കൊടുക്കും അജുവേട്ടൻ്റെ അടുത്ത്. അപ്പൊ അജുവേട്ടൻ സാധാരണ ഒരു ആക്ടറാണെങ്കിൽ ഭയങ്കര കൺഫ്യൂസ് ആവേണ്ടതാണ് സത്യം പറഞ്ഞത്. പക്ഷെ അജുവേട്ടൻ അത് ഭയങ്കര വെൽക്കം ചെയ്തു. അജുവേട്ടൻ ചില സമയത്ത് നമ്മൾ കണ്ണടക്കണ്ടെന്ന് വരെ പറഞ്ഞിട്ട് ഇമ വെട്ടണ്ട എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞിട്ടുണ്ട്. അത്രയും കൺട്രോൾ ചെയ്ത് വെച്ചാൽ കൈ ഇത്ര പൊക്കണ്ട, ഇങ്ങനത്തെ രീതിയിൽ ചെയ്യാവോ എന്നൊക്കെ വരെ ചോദിച്ചിട്ടുണ്ട്. വേറെ എന്ത് ആക്ടേഴ്സ് ആണെങ്കിലും എടാ നീയൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തെ ഖനിക്കുന്ന പോലത്തെ സാധനങ്ങളൊക്കെയാണ്. പക്ഷെ പുള്ളി അത് ഭയങ്കര വെൽക്കമിംഗ് ആയിട്ട് എടുത്തു. പുള്ളി അത് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതിലൊരു സീനുണ്ട്. ഒരു ഷോട്ടില് പുള്ളിയുടെ ഫേസിൽ ക്ലോസ് വെച്ചൊക്കെയാണ് ക്യാമറ. അതിലൂടെയാണ് നമ്മൾ അത് കാണിക്കുന്നത്. അതിൽ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ എക്സ്പ്രഷൻ ചേഞ്ചസ് ഒക്കെ ഉണ്ട് ആ ഫേസിൽ. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, ചേട്ടാ ഭയങ്കര സംഭവമാണ് ചേട്ടൻ്റെ, അത് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ചേട്ടൻ്റെ എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ അത് എല്ലാരും ഇപ്പം പറയുന്നത്, സിനിമ കണ്ടിട്ട് എല്ലാരും അത് പറയുന്നത് കേൾക്കപ്പോ ഭയങ്കര സന്തോഷമുണ്ട്. തീർച്ചയായും ആനന്ദ്, ഇപ്പൊ നമ്മൾ പറയും സിനിമയിൽ തന്നെ ഒട്ടും നിന്ന് തിരിയാൻ സമയമില്ലാത്ത 2 താരങ്ങളാണ് പ്രധാനമായും ഈ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചത് എന്ന്, സ്ഥാനാർത്ഥി ശ്രീകുട്ടനിൽ അഭിനയിച്ചതെന്ന് പറയും. അതിലൊന്ന് ജോണി ആന്റണി ചേട്ടനും ഒപ്പം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന അജു വർഗീസുമാണ്. കാരണം അവരുടെ ഡേറ്റ് കിട്ടാനാണ് ഏറ്റവും കൂടുതൽ പ്രയാസമെന്നാണ് പൊതുവെ നമ്മൾ കേൾക്കുന്നത്. അതെ, സൈജു ചേട്ടനെ പറയാൻ വിട്ടുപോയതാണ്.
അപ്പൊ ഈ 3 പേരെയും വെച്ചുകൊണ്ടുള്ള സിനിമയാണ്. അപ്പം ഇവരെ കൂടെയൊക്കെയുള്ള ഒരു അനുഭവം അത് എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു ലൊക്കേഷൻ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അയ്യോ, 3 പേരും ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പ്രത്യേകിച്ച് അജുവേട്ടനും സൈജു കുറുപ്പും ഒക്കെ ഭയങ്കര, എന്ന് വെച്ചാൽ സൈജുവേട്ടൻ സെറ്റിലുള്ള കാര്യം പോലും നമ്മൾ അറിയില്ല. സൈജുവേട്ടന്റെ അടുത്ത് നമ്മൾ ഈ ക്യാരക്ടർ പറയുമ്പോൾ 4 ദിവസത്തെ ഷൂട്ടാണ് വേണ്ടത്. പക്ഷെ പുള്ളി അപ്പം ഭയങ്കര പാക്ഡ് ആയിരുന്നു. പക്ഷെ എന്നിട്ടും നമ്മളെ വിനേഷ് വിളിച്ചു പറഞ്ഞു, ചേട്ടന്റെ ഡേറ്റിനനുസരിച്ച് നമുക്ക് മാറ്റാം എന്ന് വിളിച്ചു പറഞ്ഞപ്പോ പുള്ളി ആയിട്ട് അവിടെ ചെയ്തുകൊണ്ടിരുന്ന സിനിമയിലെ സെറ്റില് കുറച്ച് ദിവസത്തേക്ക് 4 ദിവസത്തേക്ക് എനിക്ക് പോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് നമുക്ക് 4 ദിവസം ഡേറ്റ് തന്നത്. പുള്ളി വെച്ച് ചെയ്യാൻ ഭയങ്കര സുഖമായിരുന്നു. എന്ന് വെച്ചാൽ 4 ദിവസം നമ്മൾ ഈ പുള്ളി ഓരോ ഷോട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആക്ടേഴ്സ് എല്ലാം കാരവനിലോ അവരുടെ സ്ഥലത്ത് മാറിയിരിക്കുമല്ലോ. പക്ഷെ സൈജുവേട്ടൻ അവിടെ തന്നെ കാണും. നമ്മൾ പെട്ടെന്ന് അറിയില്ല സൈജുവേട്ടൻ അവിടെ ഉണ്ടെന്ന് പോലും. അത്ര ജെല്ലായിരുന്നു സൈജുവേട്ടനെ വെച്ച് വർക്ക് ചെയ്യാൻ. അജുവേട്ടനായാലും ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് പറഞ്ഞാലും അത് ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുന്ന ഒരാളായിരുന്നു അജുവേട്ടൻ. അപ്പൊ ഈ രണ്ടുപേരും ഭയങ്കര സുഖമായിരുന്നു. പിന്നെ ജോണി ആന്റണി ചേട്ടനാണെങ്കിൽ നമുക്ക് ആ ഒരു പേടിയുണ്ട്, ആ ഭയമുണ്ട്. പുള്ളി ഒരു ഡയറക്ടറല്ലേ, പുള്ളി നമ്മുടെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് പടമാണ് CID മൂസ. അപ്പൊ അതൊക്കെ ഡയറക്ട് ചെയ്ത ഡയറക്ടറാണ്. അപ്പൊ പുള്ളിയെ ഡയറക്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ പോയി കാര്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പൊ ചില സമയത്ത് പുള്ളിക്ക് ചില കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പൊ പുള്ളി ഇങ്ങനെയാണോ, ഇങ്ങനെ ചെയ്യണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ചേട്ടാ ഇതാണ് ചെയ്യുന്നത്, അത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ചെയ്യാം. അപ്പൊ അത് അവസാനം പക്ഷെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ചേട്ടനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പുള്ളി ഇവര് 3 പേരും റെമ്യൂണറേഷൻ അടക്കം നമുക്ക് വേണ്ടി ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അവരൊക്കെ വിളിച്ച് പലപ്പോഴായിട്ട് നമ്മളെ പല ഘട്ടത്തിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായും ആനന്ദ്, ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഇപ്പം സൈജു ചേട്ടനൊക്കെ ആണെങ്കിൽ നമുക്ക് വ്യക്തിപരമായി വളരെ അടുത്തറിയുന്ന ആളുകളാണ്. അപ്പം ആനന്ദിന് അറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ അവാർഡ്, ന്യൂസ് 18 സോഷ്യൽ മീഡിയ അവാർഡിലൊക്കെ നേരിട്ട് വന്ന ആൾ കൂടിയാണ് ആനന്ദ്. അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ ആദ്യമായി സൈജു ചേട്ടനെ വിളിക്കുന്ന സമയത്ത് സൈജു ചേട്ടന് വേണമെങ്കിൽ അദ്ദേഹം അഭിനയിച്ച സിനിമകളാണ്, സിനിമയിൽ അഭിനയിച്ചു, കാശ് വാങ്ങി വീട്ടിൽ പോയിരുന്നാൽ മതി, അത്രയേ ഒരു നടന്റെ ആവശ്യമുള്ളൂ. പക്ഷെ അദ്ദേഹം ചെയ്തത് നമ്മളുടെ അടുത്ത് ആനന്ദ് ഈ സിനിമയെ കുറിച്ച് പറയുന്നു, പ്രധാനമായി നിങ്ങളെ കുറിച്ച് പറയുന്നു, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയെ കുറിച്ച് പറയുന്നു, അവരെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യണമെന്ന് പറയുന്നു, ഞങ്ങളുടെ സിനിമയെ പരിചയപ്പെടുത്തണമെന്ന് പറയുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നൊരു വലിയ കാര്യമാണ്. കാരണം ഒരു നടൻ അതെ, അദ്ദേഹത്തിന് ആ സിനിമയിൽ അഭിനയിച്ചു, കാശ് വാങ്ങി പോയാൽ മതി. പക്ഷെ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിനെ കൊണ്ടാവുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അത്തരത്തിലുള്ള താരങ്ങൾ ഉണ്ടാവുന്നതും മലയാള സിനിമയ്ക്ക് നല്ലത് തന്നെയാണ്, അല്ലേ? അയ്യോ, സത്യം. കാരണം സൈജുവേട്ടൻ ഈ പറഞ്ഞ പോലെ ഈ കേസിൽ തന്നെ പറയുകയാണെങ്കിൽ സൈജുവേട്ടനായിട്ട് പോയിട്ട് വന്നാൽ മതിയായിരുന്നു. പക്ഷെ സൈജുവേട്ടന് അറിയാം നമ്മുടെ എല്ലാ അവസ്ഥയും അറിയാം. അപ്പം അദ്ദേഹത്തിന്റെ പടം മാർക്കറ്റ് ചെയ്യപ്പെടണം, അദ്ദേഹത്തിന്റെ പടങ്ങൾ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളത് ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള മനുഷ്യനാണ് സൈജുവേട്ടനായാലും അജുവേട്ടനായാലും. സൈജുവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയും അജുവേട്ടനെ കണ്ടാണ് ഈ ഒരു ഇതൊക്കെ പഠിച്ചതെന്ന്, ഈ ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അജുവേട്ടനാണെങ്കിലും നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ ഒരു ഘട്ടത്തിൽ പ്രതിസന്ധി ഘട്ടമൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ പരിചയപ്പെടുത്തി തരികയും പല കോളുകൾ കണക്ട് ചെയ്ത് തരികയും ചെയ്ത ഒരാളാണ്. ജോണി ആന്റണി ചേട്ടൻ നമ്മള് ഡബിന്റെ സമയത്ത് എടാ പടം കാണണം എന്ന് അദ്ദേഹത്തിന്റെ ഒരു പടം ഇറങ്ങി, പടം കാണണം എന്ന് പറഞ്ഞപ്പം നമ്മളെ ഡയറക്ടർ ഒന്ന് ചേട്ടാ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു ഞാൻ ഒരു 5000 രൂപ ഇട്ട് തരാം, നീ പോയി പടം കാണും എന്ന് പറഞ്ഞ മനുഷ്യനാണ്. അപ്പൊ ഇവരെല്ലാം അങ്ങനെ ഈ ജോണിയൻ ചേട്ടനൊക്കെ ഈ കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചു വന്നവരാണ്. അപ്പൊ അവർക്ക് അറിയാം അതായിരിക്കും പുള്ളിക്ക് കണക്ട് ചെയ്തത്. അപ്പൊ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഭയങ്കര സഹകരണമായിരുന്നു നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അത് ഭയങ്കര ഒരു ഗുണം ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും. ഇനി ആനന്ദിനെ കുറിച്ച് പറയൂ, പുതിയ പ്രൊജക്ട് എന്തൊക്കെയാണ്, പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ സിനിമ എനിക്ക് ഇനി അടുത്ത് ഇറങ്ങാനുള്ള സിനിമ പൊന്മാനാണ്. അത് ജ്യോതിഷേട്ടനാണ് ഡയറക്ട് ചെയ്തേക്കുന്നത്. ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാരെന്നുള്ള സിനിമയുടെ എന്ന നോവലിന്റെ സിനിമ ആവിഷ്കാരമാണ്. അപ്പൊ അതില് ബ്രൂണോ എന്നുള്ള ക്യാരക്ടറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഇറങ്ങാനുള്ളത് ആഭ്യന്തര കുറ്റവാളി എന്നുള്ള സിനിമയാണ്. ആസിഫ് അലിയാണ് നായകൻ, സേതു ആണ് അതിന്റെ ഡയറക്ടർ. പിന്നെ ഒരു വെബ് സീരീസ് വരാനുണ്ട്. പിന്നെ ഒരു ഹിന്ദി പടത്തിൽ ചെറിയൊരു വേഷം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. അപ്പൊ അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടീസ്. അതെ. മലയാളം വിട്ട് പുറത്തേക്ക് പോകാനുള്ള തുടക്കത്തിലാണ്. അല്ല, അത് അങ്ങനെയല്ല, അത് അറിയില്ല. അതിന്റെ ഒരു ടോക്ക് ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. എന്താണ് അവസ്ഥയെന്നൊന്നും അറിയില്ല. അതെല്ലാം നടക്കട്ടെ, നല്ലതായി നടക്കട്ടെ. അതെ. ഇനി എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്, എന്താണ് പറയാനുള്ളത്? മനസ്സ് തുറന്ന് പറഞ്ഞോളൂ, കേൾക്കട്ടെ. അല്ല, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ നല്ല സിനിമയാണ്. മുതിർന്നവർക്കും പിള്ളേർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. അവരെ വന്ന് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ
ഭയങ്കര നമ്മളെ ഒരു ചിരിയോടെ, ഒരു ചെറു പുഞ്ചിരിയോടെ ഇരുന്ന് കണ്ട് തീർത്ത് പോകുമ്പോഴും ആ ചിരി നിങ്ങളുടെ മുഖത്തുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയും. കാരണം ഇത് കണ്ടവരുടെ റിവ്യൂസ് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത്ര ജെനുവിൻ ആയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തതും എടുത്തതും എല്ലാം. ആ ജെനുവിനിറ്റി നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഫീൽ ചെയ്യും. ദയവേത് തിയേറ്ററിൽ തന്നെ പോയി കാണുക. തിയേറ്ററിൽ ആള് കുറവാണ്, പക്ഷെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. ഇനി എത്ര ദിവസം തിയേറ്ററിൽ ഉണ്ടാവുമെന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ കുടുംബത്തോടെ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നല്ലൊരു സിനിമ അനുഭവമായിരിക്കും. അത് മാത്രമേ പറയുള്ളൂ. താങ്ക് യു. തീർച്ചയായും. എന്തായാലും ഞങ്ങൾക്കും പറയാനുള്ളത് അത് തന്നെയാണ്. നമ്മുടെ പ്രേക്ഷകരോട് സിനിമ തിയേറ്ററിൽ പോയി കാണുക. നമ്മുടെ മലയാള സിനിമകളാണ് അത് വിജയിപ്പിക്കേണ്ടത്. നമ്മുടെ ഉത്തരവാദിത്തമാണ്. നല്ല ഒരുപാട് സിനിമകളുണ്ട്. ആ സിനിമകളൊക്കെ തിയേറ്ററിൽ തന്നെ പോയി കാണണം. സ്ഥാനാർത്ഥി ശ്രീകുട്ടനും അതിലൊരു നല്ല സിനിമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സിനിമ പ്രേക്ഷകർ ദയവായി തിയേറ്ററിൽ പോയി കാണുക, സിനിമകളെ വിജയിപ്പിക്കുക, അല്ലേ? അപ്പോൾ എന്തായാലും ആനന്ദ, വളരെ സന്തോഷം രാവിലെ ഞങ്ങൾക്കൊപ്പം അതിഥിയായി ചേർന്നതിന്, സിനിമയുടെ വിശേഷങ്ങൾ, അപ്പം ആനന്ദിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആനന്ദ് മന്മഥനാണ് നമുക്കൊപ്പം ചേർന്നത്. ആനന്ദിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടതൊപ്പം സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് കേട്ടത്. എന്തായാലും നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് എത്തണം. അതിനു മുൻപ് ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം അതിവേഗ വാർത്തയുമായി ഫാസ്റ്റ് ന്യൂസുമായി ചേരും കൃഷ്ണേന്ദു. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധന നാളെ പ്രഖ്യാപിക്കും. റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് നിരക്ക് വർധനയുടെ വിവരങ്ങൾ ധരിപ്പിച്ചു. ജലവൈദ്യുതോൽപാദനം കുറഞ്ഞതും ഉപഭോഗം കുതിച്ചുയർന്നതുമാണ് KECBയുടെ ബാധ്യത കൂട്ടിയത്. സ്മാർട്ട് സിറ്റി കരാർ പാലിക്കാത്ത ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാർ നീക്കം വിവാദത്തിൽ. മന്ത്രിസഭാ തീരുമാനത്തിൽ ദുരൂഹതയെന്ന് പ്രതിപക്ഷം. നടക്കാൻ പോകുന്നത് വൻ ഭൂമി കച്ചവടമെന്നും ഇതിനു പിന്നിൽ അഴിമതിയെന്നും VD സതീശൻ. ടീകോമിന്റെ പിന്മാറ്റം എന്തുകൊണ്ടെന്ന് സർക്കാർ വിശദീകരിക്കണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പദ്ധതി ഉപേക്ഷിക്കുകയല്ല എന്ന് P രാജേഷ്. കമ്പനി സർക്കാരിനാണ് നഷ്ടപരിഹാരം നൽകേണ്ടതെന്ന് VS അച്യുതാനന്ദന്റെ മുൻ IT ഉപദേഷ്ടാവ്. നടപ്പാക്കുന്നതിൽ വീഴ്ചയുണ്ടായാൽ പാട്ടത്തുക നൽകേണ്ടതില്ലെന്ന് വ്യവസ്ഥയുണ്ടായിരുന്നുവെന്ന് ജോസഫ് C. മാത്യു. പിന്നിൽ സ്ഥാപിത താൽപര്യങ്ങളെന്നാണ് മനസ്സിലാക്കുന്നതെന്നും ജോസഫ് C. മാത്യു. ടീകോമിന് നൽകിയ ഭൂമി തിരിച്ചെടുത്ത് ഇൻഫോ പാർക്കിന് നൽകണമെന്ന തീരുമാനം സ്വാഗതം ചെയ്ത് IT പ്രൊഫഷണൽസ്. ഇൻഫോ പാർക്കിൽ സ്ഥലപരിമിതിയാണ് നിലവിലെ പ്രശ്നം. പുതിയ തീരുമാനത്തിലൂടെ അത് പരിഹരിക്കപ്പെടുമെന്നാണ് അഭിപ്രായം. സിൽവർ ലൈൻ പദ്ധതിയിൽ ദക്ഷിണ റെയിൽവേയുമായി ചർച്ച നടത്തി കേരയിൽ. GPR അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായെന്ന് വിവരം. ആദ്യഘട്ട ചർച്ച പോസിറ്റീവെന്ന് കേരയിൽ MD. തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് അജിത് കുമാർ. കൊച്ചിയിൽ കേരയിൽ വിരുദ്ധ സമരസമിതിയുടെ പ്രതിഷേധം. പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ. സർക്കാർ ശ്രമം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനെന്ന് ആരോപണം. എലത്തൂർ ഇന്ധന ചോർച്ചയിൽ HPCL നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധന ഇന്ന് പ്രഖ്യാപിക്കും. യൂണിറ്റിന് 20 പൈസ വരെ വർധനവിന് സാധ്യത. 8 വർഷത്തിനിടെ വൈദ്യുതി നിരക്ക് കൂട്ടുന്നത് 5ാം തവണ. സ്മാർട്ട് സിറ്റി പദ്ധതി ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കത്തിൽ കത്തിപ്പടർന്ന വിവാദം. ടീകോമിന് നഷ്ടപരിഹാരം നൽകുന്നത് 2007-ലെ വിചിത്ര വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ. കരാറിലെ വീഴ്ചകൾ കണ്ടെത്തിയത് CAG. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. സ്മാർട്ട് സിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദം ചർച്ചയാകും. കരാറിൽ വീഴ്ച വരുത്തിയ കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകുന്നതിൽ പാർട്ടി ഇന്ന് നിലപാട് വ്യക്തമാക്കും. പ്രാദേശിക വിഭാഗീയതയിൽ നടപടി ചർച്ച ചെയ്യാൻ CPM. സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യും. ഏരിയ സമ്മേളനങ്ങളിലെ പ്രശ്നങ്ങൾ ജില്ലാ സമ്മേളനങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള നടപടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത് കുടുംബം നൽകിയ ഹർജി. അന്വേഷണം ശരിയായ ദിശയിലെന്നും CBI അന്വേഷണം വേണ്ടെന്നുമുള്ള നിലപാട് അറിയിക്കാൻ സംസ്ഥാന സർക്കാർ. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ കേരള സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കം. എത്തുന്നത് കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗാരിയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘം. സന്ദർശനം ഞായറാഴ്ച മുതൽ 3 ദിവസം. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ചൊവ്വാഴ്ച.
ധനകാര്യ കമ്മീഷന്റെ പരിഗണനയ്ക്കായി കേരളം തയ്യാറാക്കിയത് ആവശ്യങ്ങൾ എണ്ണിപ്പറഞ്ഞുള്ള വിശദമായ മെമ്മറാണ്ടം. നികുതി വിഹിതത്തിൽ കേരളത്തോട് അനുഭാവം കാണിക്കണമെന്ന് മെമ്മറാണ്ടത്തിൽ. കേന്ദ്ര വിഹിതമായി 40,000 കോടി പ്രതിവർഷം അധികമായി അനുവദിക്കണമെന്ന് കേരളം. ഇന്ത്യ മുന്നണിയിലെ ഭിന്നത വെളിവാകുന്നു. പാർലമെന്റിലെ പ്രതിഷേധങ്ങളിൽ വ്യത്യസ്ത നിലപാടുമായി തൃണമൂലും എസ്-പിയും. അദാനി വിഷയം ഉന്നയിക്കുന്നതിൽ കോൺഗ്രസുമായി വിയോജിപ്പ്. സംയുക്ത പ്രതിഷേധത്തിൽ നിന്ന് ഇരു പാർട്ടികളും വിട്ടുനിന്നു. മഹാരാഷ്ട്രയിൽ അടുത്ത 5 വർഷം സ്ഥിരതയുള്ള ഭരണമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. വകുപ്പ് വിഭജനം കൂട്ടായി തീരുമാനിക്കുമെന്നും ഫഡ്നാവിസ്. മഹാരാഷ്ട്രയിലെ മഹായുതി സർക്കാരിന് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേവേന്ദ്ര ഫഡ്നാവിസ്, ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ എന്നിവരെ മോദി അനുമോദിച്ചു. സർക്കാർ സംസ്ഥാനത്തെ ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി. പഞ്ചാബിൽ നിന്നുള്ള കർഷകരുടെ ഡൽഹി മാർച്ച് ഇന്ന് ആരംഭിക്കും. മാർച്ച് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക്. അതിർത്തികളിൽ ശക്തമായ സുരക്ഷയൊരുക്കി ഹരിയാന പോലീസ്. കളർകോട് വാഹനാപകടത്തിൽ മരിച്ച എടത്വ സ്വദേശി ആൽവിൻ ജോർജിന്റെ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം 10 മണിയോടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം തിങ്കളാഴ്ച. കോഴിക്കോട് ഏലത്തൂരിലെ ഇന്ധന ചോർച്ചയിൽ ഇന്ന് തുടർ നടപടി. ജലസ്രോതസ്സുകളിൽ കലർന്ന ഡീസൽ നിർവീര്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ബാബറി മസ്ജിദ് വാർഷിക ദിനത്തിൽ ശബരിമലയിൽ ശക്തമായ സുരക്ഷയൊരുക്കുന്നത് പോലീസും കേന്ദ്രസേനയും ചേർന്ന്. പമ്പ മുതൽ സന്നിധാനം വരെ അതീവ ജാഗ്രത. സന്നിധാനത്ത് തീർത്ഥാടക പ്രവാഹം. ഇന്നലെ 18ാം പടി കയറിയത് 84,024 തീർത്ഥാടകർ. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയത് 15,032 പേർ. രാവിലെ 6 മണി വരെ എത്തിയത് 23,507 തീർത്ഥാടകർ. ശബരിമലയിൽ ദർശനം നടത്തി നടൻ ദിലീപ്. ദേവസ്വം പ്രതിനിധികൾക്കൊപ്പം സന്നിധാനത്തെത്തിയത് ഹരിവരാസനം പാടി നടയടയ്ക്കുന്ന സമയത്ത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. KSU പ്രവർത്തകർ ഇന്ന് കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. SFI ഇടമുറികൾ ക്യാമ്പസുകളിൽ സജീവമെന്ന് ആരോപണം. തിരുവനന്തപുരം പാളയം ഏരിയ സമ്മേളനത്തിനായി പൊതുനിരത്തിൽ സ്റ്റേജ് കെട്ടിയതിനും പ്രകടനം നടത്തിയതിനും കേസ്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞെന്ന് വഞ്ചിയൂർ പോലീസ്. റോഡ് അടച്ച് സ്റ്റേജ് കെട്ടിയത് വഞ്ചിയൂർ ജംഗ്ഷനിൽ. ബിഷപ്പ് ജോർജ് ഹൂവക്കാടിന്റെ കർദിനാളായി വാഴിക്കുന്ന ചടങ്ങിൽ ഇന്ത്യയിൽ നിന്ന് പ്രത്യേക പ്രതിനിധി സംഘം പങ്കെടുക്കും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് റോമിലെത്തും. വത്തിക്കാനിൽ നാളെയാണ് സ്ഥാനാരോഹണ ചടങ്ങ്. അന്താരാഷ്ട്ര വാർത്തകൾ. കാലിഫോർണിയയിൽ റിക്ടർ സ്കെയിലിൽ 7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്ന് കാലിഫോർണിയ, ഒറിഗോൺ തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പിൻവലിച്ചു. പെട്രോളിയ, സ്കോട്ടിയ, കോബ് എന്നിവയുൾപ്പെടെ വിവിധ പ്രദേശങ്ങളിലും ശക്തമായ ഭൂചലനം രേഖപ്പെടുത്തി. ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:14 ഭൂചലനം. ഫ്രാൻസിൽ അവിശ്വാസ പ്രമേയം പാസായി. പ്രധാനമന്ത്രി മിഷേൽ ബാർണിയർക്കെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയമാണ് പാസായത്. 331 എംപിമാർ പ്രമേയം അനുകൂലിച്ച് വോട്ട് ചെയ്തു. 1962 ശേഷം ഇതാദ്യമായാണ് ഒരു സർക്കാർ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താകുന്നത്. പ്രാദേശികം. കനത്ത മഴയിൽ കാസർഗോട്ട് വ്യാപക കൃഷിനാശം. ലക്ഷങ്ങളുടെ കൃഷി നശിച്ചത് അനന്തംപള്ള, എരിക്കുളം പാടശേഖരങ്ങളിൽ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. താങ്ക് യു കൃഷ്ണേന്ദു ആണ് ഫാസ്റ്റ് ന്യൂസുമായി ചേർന്ന് നമ്മൾ വീണ്ടും മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണ്.
പഞ്ചാബിൽ നിന്നുള്ള കർഷകരുടെ ഡൽഹി മാർച്ച് ഇന്ന് ആരംഭിക്കും. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് 101 കർഷകർ കാൽനടയായി ഡൽഹിയിലേക്ക് ജാഥ നടത്തും. മിനിമം താങ്ങുവിലയിൽ നിയമപരമായ ഉറപ്പുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. ഡൽഹി പോലീസിന്റെ അനുമതിയില്ലാതെ പ്രതിഷേധ മാർച്ച് പാടില്ലെന്നാണ് മുന്നറിയിപ്പ്. അംബാല ഭരണകൂടം പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൽഹിയോട് ചേർന്നുള്ള സിംഗു അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സന്നിധാനത്ത് തീർത്ഥാടക പ്രവാഹം ഇന്നലെ 18ാം പടി കയറിയത് 83,024 തീർത്ഥാടകരാണ്. അതിൽ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയത് 15,032 പേരാണ്. അതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന സ്പോട്ട് ബുക്കിംഗ് കണക്കാണിത്. ഇന്ന് രാവിലെയും നല്ല തിരക്കാണ് സന്നിധാനത്ത്. രാവിലെ 6 മണിവരെ 23,507 തീർത്ഥാടകർ എത്തി. പമ്പ മുതൽ സന്നിധാനം വരെ എവിടെയും കടുത്ത നിയന്ത്രണങ്ങളില്ല. CV അനുമോദ് ചേരും സന്നിധാനത്തൊന്നും വിവരങ്ങളുമായി. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. സന്നിധാനത്താണ്, ഇന്ന് നല്ല തിരക്കാണോ? എന്താണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ? ഭവ്യ, ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് കഴിഞ്ഞ ദിവസങ്ങളെക്കാളൊക്കെ തിരക്ക് രാവിലെ അനുഭവപ്പെടുന്നുണ്ട്. കാരണം അവധി ദിവസങ്ങൾ തുടങ്ങുകയാണ്. ശനിയും ഞായറൊക്കെ സാധാരണഗതിയിൽ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നതാണ്. വെള്ളിയാഴ്ച മുതൽ അതേ ഒരു സാഹചര്യമാണ്. അത് സമാനമായ സാഹചര്യം തന്നെയാണ് ഇന്നും ഉള്ളത്. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മണിക്കൂറിൽ 3,000-നും 4,000-നും ഇടയ്ക്ക് തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. ഇന്ന് ഡിസംബർ 6 ആയതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ സന്നാഹം, അതേപോലെ NDRFന്റെയും മറ്റ് വിഭാഗങ്ങളുടെ എല്ലാം സുരക്ഷാ പരിശോധനകൾ ഇന്ന് കർശനമാണ്. പക്ഷേ ഈ ദിവസവും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട സാഹചര്യമല്ല. ഇപ്പോൾ രാവിലെ ഈ ഒരു സമയം വരേക്ക് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. ദർശനത്തിനെത്തിയവരുടെ വരി ശരംകുത്തിയിലേക്ക് നീളുന്ന ഒരു സാഹചര്യമാണ് രാവിലെ നമ്മൾ കാണുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. പക്ഷേ പമ്പ മുതൽ ശരംകുത്തി വരേക്ക് എവിടെയും വലിയ പ്രശ്നങ്ങളില്ല. തെളിഞ്ഞ അന്തരീക്ഷമായതുകൊണ്ട് തന്നെ തീർത്ഥാടകർക്ക് സുഖമായിട്ട് കയറി വരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ഈ നടപ്പന്തൽ മുതൽ പ്രത്യേകിച്ച് 18ാം പടി കയറുന്നത് മുതൽ മാളികപ്പുറം വരെ ആരും ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന കർശന നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3 ലെയർ സുരക്ഷ ആണ് ഇന്ന് ഒരുക്കിയിട്ടുള്ളത്. പോലീസിന്റെ നിരീക്ഷണം എല്ലായിടത്തും ശക്തമാക്കിയിട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ മുൻ വർഷങ്ങളിലൊക്കെ തുടർന്നിരുന്ന ആ സുരക്ഷാ രീതികൾ ഡിസംബർ 6-ന് ഇന്നും സന്നിധാനത്ത് ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ ഇത് തീർത്ഥാടകരെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ തീർത്ഥാടകർക്ക് പോലീസിന്റെ നിർദ്ദേശങ്ങൾ കുറെക്കൂടി കർശനമായിട്ട് അനുസരിക്കേണ്ട സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കാര്യത്തിലൊക്കെ നേരത്തെ സൂചിപ്പിച്ചതിൽ അത്രമാത്രം വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് ഇന്നത്തെ ദിവസം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുതിയ ബറ്റാലിയൻ ഇന്നു മുതലാണ് ചുമതലയേൽക്കുന്നത്. അങ്ങനെ പുതിയ ബറ്റാലിയൻ ചുമതലയേൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം 18ാം പടിയിലെ സേവനത്തിലുള്ള പോലീസുകാർ മാറുന്നു എന്നുള്ളതാണ്. പുതിയ പോലീസുകാർ സേവനത്തിൽ വന്ന് അവര് ഈ ഒരു ഇതുമായൊരു വേഗത പൊരുത്തപ്പെടേണ്ട സാഹചര്യം എടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദിവസം മുൻപ് 80 പേരെയൊക്കെ മിനിറ്റിൽ 18ാം പടി കയറ്റുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ 60-70 പേരെ കയറ്റുവാൻ കഴിയുകയുള്ളൂ. കാരണം അവർക്ക് ഈ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു സമയമെടുക്കും. മറ്റെല്ലാം തന്നെ സുഗമമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. പുതിയ ബറ്റാലിയൻ എത്തി. അതേപോലെ സുരക്ഷാ സംവിധാനങ്ങൾ ഇന്ന് മറ്റു ദിവസങ്ങളെക്കാൾ കൂടുതലാണ്. പക്ഷേ സന്നിധാനത്ത് ഇന്ന് തിരക്ക് ഏറെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വരും മണിക്കൂറുകളിലും കൂടുതൽ അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് എത്തും. പമ്പയിലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നാണെങ്കിലും വരും ദിവസങ്ങളിൽ എല്ലാ ദിവസവും 80,000-ന് മുകളിൽ തീർത്ഥാടകർ സന്നിധാനത്ത് എത്തുമെന്ന ഒരു കണക്കുകൂട്ടലിലാണ് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. ഭവ്യ, ശരി. CV അനുമോദാണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. താങ്ക് യു. ശബരിമല തുറന്നിരിക്കുന്നതിന്റെ അടയാളം മാത്രമല്ല അഴി. ശബരിമലയിൽ ഇരുമുടിയേറ്റി വരുന്ന വിശ്വാസികൾക്ക് ഏറെ വൈശിഷ്ട്യം നിറഞ്ഞതാണ് ഇതിന്റെ ആത്മീയാഖ്യാനങ്ങൾ. ശബരിമല നട തുറക്കുന്നത് മുതൽ തീർത്ഥാടന കാലം കഴിഞ്ഞ് നട അടയ്ക്കും വരെ എരിയുന്ന ഒന്നാണ് അഴി. ശബരിമല തുറന്നിരിക്കുന്നതിന്റെ അടയാളം കൂടിയാണ് എരിയുന്ന ഈ ആഴി. നട തുറക്കുന്ന ദിവസം മേൽശാന്തിയാണ് ആഴിക്ക് തിരികൊളുത്തുന്നത്. ആഴി നമ്മൾ അഗ്നി ഭഗവാനായിട്ടാണല്ലോ കാണുന്നത്. നമ്മൾ
ആദ്യകാലം മുതൽ വേദത്തിൽ സ്തുതിക്കുന്നത് അഗ്നിയാണ്. അഗ്നിമേലെ പുരോഹിതം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഒരു അഗ്നിക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരം എല്ലാ കർമ്മങ്ങൾക്കും അഗ്നിയെ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്നതാണ്. എല്ലാ കർമ്മ വിളക്കൊക്കെ തെളിയിച്ചാണല്ലോ നമ്മൾ കർമ്മങ്ങൾ തുടങ്ങുന്നത്. എല്ലാ കർമ്മങ്ങൾക്കും അഗ്നിക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ശബരിമല അഗ്നി ആഴി എന്ന് പറയുമ്പം നമ്മൾ ഇപ്പം ശബരിമല അയ്യനെ കാണാൻ മനസ്സിൽ നമ്മൾ ആഗ്രഹം ആകുമ്പോൾ തന്നെ നമ്മൾ മണ്ഡലകാലം 41 ദിവസം മുദ്ര ധരിച്ചു വ്രതം അനുഷ്ഠിച്ചു. നമ്മൾ വ്രതാനുഷ്ഠാനങ്ങളുടെ നമ്മൾ വ്രതകാലം 40 ദിവസം പൂർത്തിയാക്കി. അടുത്ത പിന്നെ കെട്ടുനിറയാണല്ലോ. അതിൽ നമ്മൾ ഏറ്റവും ഭഗവാന് പ്രിയപ്പെട്ട ഒന്നാണ് നെയ്ത്തേങ്ങ. വിശ്വാസപൂർവം ഇരുമുടിയിൽ നെയ്ത്തേങ്ങകൾ സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്നു. നെയ്യ് അയ്യനും നെയ്ത്തേങ്ങകൾ ആഴിക്കും സമർപ്പിക്കുന്നു. ഇതിന് വിശ്വാസതലത്തിലും ഒരുപാട് അർത്ഥ വ്യാഖ്യാനങ്ങളുണ്ട്. നമ്മൾ രണ്ട് സങ്കല്പമാണ് അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. നമ്മൾ സൂക്ഷ്മമായിരിക്കുന്ന ശരീരവും സ്ഥൂലമായിരിക്കുന്ന ശരീരവും എന്നും പറയുന്നുണ്ട്. നമുക്ക് സ്ഥൂലമാകുന്ന ശരീരത്തിൽ നിന്നുള്ള സങ്കല്പത്തിൽ നാളികേരവും സൂക്ഷ്മം എന്നുള്ള ശരീരത്തിൽ നെയ്യിനെയാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ആ നെയ്യ് നമ്മൾ ഭഗവാൻ അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ നാളികേരം നമ്മൾ ആഴിയിൽ സമർപ്പിക്കുകയാണ്. നമ്മൾ മോക്ഷമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എല്ലാം അവസാനം അന്ത്യത്തിൽ നമ്മൾ ഈശ്വരനിൽ എത്തുകയെന്നാണ് നമ്മളെല്ലാവരുടെയും സങ്കല്പം. അന്നേരം നാളികേരം നമ്മൾ അതേപോലെ ഈ നെയ്യ് ഭഗവാൻ അഭിഷേകം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശിഷ്ടമായിട്ടുള്ള നാളികേരം നമ്മൾ അഗ്നിയിൽ സമർപ്പിക്കുകയാണ്. പഞ്ചഭൂതത്തിലൊന്നായ അഗ്നിയിൽ അത് എരിഞ്ഞ് തീരുകയാണ് ചെയ്യുന്നത്. എല്ലാം പ്രകൃതിയോട് ചേരുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ്. അതെ 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 നമ്മുടെ ജന്മജന്മാന്തരമുള്ള ദുരിതങ്ങളൊക്കെ മാറി നമുക്ക് മോക്ഷം അല്ലെങ്കിൽ ഭഗവത് സായുജ്യം ലഭിക്കുമെന്നുള്ളതാണ് സങ്കല്പം. ആഴിക്കടുത്തുള്ള ഈ ആൽമരവും വിശ്വാസികളെ സംബന്ധിച്ച് ഒരു അത്ഭുതമാണ്. ഇത്രയും ചൂടും പുകയും അടുത്ത് നിന്നിട്ടും ആൽമരത്തിലെ ഇലകൾ കരിയുന്നില്ലെന്ന് അവർ പറയുന്നു. ആലിന്റെ ഇലകളൊന്നും പോലെയധികം കരിയുന്നു. അതെ 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 അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ട് ഇത്രയും ചൂടുണ്ടെങ്കിൽ അതിന് ഒരു കേടും വന്നിട്ടില്ലെന്നാണ്. ബ്രഹ്മാവിഷ്ണു മഹേശ്വര സങ്കല്പമാണല്ലോ അറിയാലെന്ന് പറയുന്നത്. അതെല്ലാം ഈശ്വരാംശമാണ്. ഇതുവരെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഒരില പോലും അങ്ങനെ ഒരു കേട് വന്നായിട്ട് കേട്ടിട്ടില്ല. അതെ 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 അതെ. പുണ്യപാപങ്ങളുടെ ചുമട് താങ്ങിയെത്തുന്ന വിശ്വാസികൾ ആത്മാവാകുന്ന നെയ്യിനെ അയ്യന് സമർപ്പിക്കുന്നു. അഹങ്കാരങ്ങളുടെ മോഹങ്ങളുടെ പുറന്തോടിനെ ആഴിയിൽ സമർപ്പിക്കുന്നു. വിശ്വാസികൾക്ക് ആശ്വാസമാകുവാൻ ആധ്യാത്മിക പാതയിൽ ഇത്തരം അനുഭവങ്ങൾ വലിയ കരുത്താണ്. ബിപിൻ മുരളിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ശബരിമലയിൽ ഇന്ന് ശക്തമായ സുരക്ഷയാണ്. ബാബറി മസ്ജിദ് തകർത്തപ്പെട്ടതിന്റെ വാർഷിക ദിനമായതിനാലാണ് പോലീസും കേന്ദ്രസേനയും ചേർന്ന് സംയുക്ത സുരക്ഷ തീർക്കുന്നത്. പമ്പ മുതൽ സന്നിധാനം വരെ അതീവ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശബരിമല സന്നിധാനം ബൈനോക്കുലർ നിരീക്ഷണത്തിന് പുറമെ 17-അംഗ കമാൻഡോ ടീമിന്റെ നിയന്ത്രണത്തിലാകും. 18-ാം പടി കയറി സന്നിധാനത്തുനിന്ന് തീർത്ഥാടകരെ കൂടുതൽ സമയം നിൽക്കാൻ അനുവദിക്കില്ല. നിലവിലുള്ള പോലീസുകാർക്ക് പുറമെ കൂടുതൽ പോലീസ് സംഘം സുരക്ഷയ്ക്കായി എത്തിയിട്ടുണ്ട്. നിലവിൽ 1000-നടുത്ത് പോലീസുകാരാണ് ഡ്യൂട്ടിയിലുള്ളത്. പമ്പ മുതൽ സന്നിധാനം വരെ വിവിധ സ്ഥലങ്ങളിലായി ബോംബ് സ്ക്വാഡിന്റെയും ഫയർഫോഴ്സിന്റെയും പ്രത്യേക പരിശോധനകൾ നടക്കും. ജീവനക്കാരോട് തിരിച്ചറിയൽ കാർഡ് ധരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. സന്നിധാനം മുതൽ മാളികപ്പുറം വരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനും അനുവദിക്കില്ല. നിരീക്ഷണം നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഭക്തജനങ്ങൾക്കുള്ള നിയന്ത്രണത്തിൽ ഒരു പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നുമില്ല. ഭക്തജനങ്ങളുടെ സുഗമമായ ദർശനത്തിന് വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. പക്ഷെ നിരീക്ഷണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കുറേയധികം പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇന്നൊരു റൂട്ട് മാർച്ച് പോലെ നടത്തിയിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ജനങ്ങളുടെ ഇടയിലൊരു അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ ഇടയിൽ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു എക്സസൈസ് ആയിരുന്നു. അല്ല, ഈ ടീമിൽ കുറച്ച് ഈ കഴിഞ്ഞ ഫേസിലുണ്ടായിരുന്നേക്കാളും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഫേസിലുണ്ടാവും. 1400 ആണെന്നാണ് എന്റെ അത്ര 960 പേരാണത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പോലീസ് സംഘം സന്നിധാനത്തും പരിസരത്തും പരിശോധനയും റൂട്ട് മാർച്ചും നടത്തി. ന്യൂസ് 18 സന്നിധാനം. നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തി ഹരിവരാസനം പാടി നടയടയ്ക്കുന്ന സമയത്താണ് ദിലീപ് ദേവസ്വം പ്രതിനിധികൾക്കൊപ്പം സന്നിധാനത്തെത്തിയത്. ബൽശാന്തിയെയും സന്ദർശിച്ച ശേഷമാണ് ദിലീപ് മടങ്ങിയത്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം.
നമ്മളിനി പോകുന്നത് സ്പെഷ്യൽ ഡേയിലേക്കാണ്. നമ്മുടെ തന്നെ സ്പെഷ്യൽ സെഗ്മെന്റ് ആണ്. ഇന്നെന്തായാലും സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ന്യൂസ് 18ന്റെ ആശംസകൾ നേരുകയാണ്. എന്തായാലും കൈതമുക്ക് സ്വദേശിയായ സൂര്യോദയ് കുഞ്ഞിന്റെ 2ാം പിറന്നാളാണത്. അപ്പോൾ സൂര്യോദയ് മോന് എല്ലാ ആശംസകളും അച്ഛൻ സുധിയും അമ്മ ആദ്രയുമാണ് ഈ ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തന്നത്. എന്തായാലും കുഞ്ഞ് സുഖമായിരിക്കട്ടെ, എല്ലാവിധ ആശംസകളും മോനെ. ആലപ്പുഴ സ്വദേശിയായ ചാക്കോച്ചന്റെ പിറന്നാളാണിന്ന്. അപ്പോൾ ചാക്കോച്ചന് ഹാപ്പി ബർത്ത്ഡേ, സന്തോഷമായിട്ടിരിക്കും. എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ ഡേ ന്യൂസ് 18നൊപ്പം ആഘോഷിക്കാം. നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റാണ് സ്ക്രീനിൽ കാണുന്നത്. ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ സന്തോഷ ദിനങ്ങൾ ഞങ്ങളെയും അറിയിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ഇന്ന് സന്തോഷ ദിനം, ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. മറ്റു വാർത്തയിലേക്ക്. അയൽക്കാരൻ വഴിയടച്ചതോടെ പുറം ലോകവുമായി ബന്ധമില്ലാതെ ഒരു കുടുംബം. തൃപ്പൂണിത്തുറയിലെ പിഷാരിക്കോവിൽ വാര്യത്ത് വീട്ടിൽ ജയറാമിനും കുടുംബത്തിനുമാണ് ദുരവസ്ഥ. വീടിന് മുൻപിലുള്ള ക്ഷേത്രത്തിനുള്ളിലൂടെയാണ് നിലവിൽ ഈ കുടുംബം യാത്ര ചെയ്യുന്നത്. ജയറാമിന്റെ സഹോദരൻ കഴിഞ്ഞയാഴ്ച മരിച്ചതോടെ ആചാരപ്രകാരമുള്ള പുല ഉള്ളതിനാൽ അമ്പലത്തിന്റെ വഴി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ജയറാമും സഹോദരൻ പരമേശ്വരനും അമ്മാവനുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഈ ഭൂമിയിലേക്ക് വഴിയിലെന്ന പ്രശ്നം നേരിടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആധാരത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന വഴി സ്ഥലമുടമ കെട്ടിയടച്ചതോടെയാണ് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായത്. സ്ഥലമുടമ ബാലചന്ദ്രനാണ് ഇവരുടെ യാത്രാ സൗകര്യം പൂർണ്ണമായും തടഞ്ഞത്. നിലവിൽ വീടിന്റെ കിഴക്കുവശത്തായുള്ള പിഷാരിക്കോവിൽ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലൂടെയാണ് ഇപ്പോൾ ഈ കുടുംബം യാത്ര ചെയ്യുന്നത്. 25-ാം തീയതി 10-ാം നമ്പർ അവകാശപത്രപ്രകാരവും 34-ാം നമ്പർ പട്ടയപ്രകാരം പൊതുവിൽ പതിച്ചു കിട്ടിയ ഭൂമിയാണ് ഞങ്ങളുടെ മുത്തശ്ശിയുടെ അമ്മയ്ക്ക്. അവരുടെ കാലശേഷം ഞങ്ങൾ ഇവിടെ ആർക്ക് വിൽക്കുകയോ വാങ്ങുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇത്രയും കാലം പോയിക്കൊണ്ടിരുന്നത്, ഞങ്ങളുടെ കാർന്നോന്മാർ പോയിക്കൊണ്ടിരുന്ന ഈ വഴി കൂടിയാണ്. കാർന്നോന്മാർ ഇവിടുന്ന് പോയ സമയത്ത് ഈ വഴി കെട്ടിയടയ്ക്കുകയും ഞങ്ങൾക്ക് പിന്നെ പുറത്തേക്ക് ഞങ്ങളെല്ലാവരും പിന്നെ പോയിക്കൊണ്ടിരുന്ന അമ്പലത്തിന്റെ ഉള്ളിൽ കൂടിയാണ്. ഞങ്ങൾ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്ന അമ്പലത്തിന്റെ തെക്ക് സൈഡാണ് ഞങ്ങളുടെ വഴിയെന്ന്. മറ്റൊരു സഹോദരൻ ഹരി മരിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. ദീർഘനാളായി വൃക്കസംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. വഴി പ്രശ്നം രൂക്ഷമായതോടെ പെരുമ്പാവൂരുള്ള ബത്ലഹേം ആശ്രമത്തിലായിരുന്നു താമസിപ്പിച്ചിരുന്നത്. ഹരിയുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരാനായില്ല. പൊതുശ്മശാനത്തിൽ അടക്കം ചെയ്യേണ്ടി വന്നു. സഹോദരൻ മരിച്ചതിന്റെ ഹൈന്ദവാചാര പ്രകാരമുള്ള പുലവാലായ്മയിലാണ് ഈ കുടുംബം ഇപ്പോൾ. ഈ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനാകില്ല. ഇതോടെ നിലവിലുള്ള വഴിയും അടഞ്ഞു. കഴിഞ്ഞ ദിവസം 26-ാം തീയതി രാത്രി എന്റെ ചേട്ടൻ മരണപ്പെട്ടു കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ. അവിടെ നിന്ന് എനിക്ക് കൊണ്ടുവരാൻ ഇങ്ങോട്ട് പറ്റിയില്ല. അവസാനം കൗൺസിലർ, പ്രതിപക്ഷ നേതാവ്, വില്ലേജ് ഓഫീസറെ അറിയിച്ച് വില്ലേജിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇരുമ്പനം ശ്മശാനത്തിലെ മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവന്ന് ക്രിയകൾ നടത്തിയിട്ട് എനിക്ക് നടത്തേണ്ടത് വന്നു. എന്റെ വീട്ടിലേക്ക് ഇപ്പം എനിക്ക് പുറം ലോകമായിട്ട് ബന്ധപ്പെടാൻ പറ്റണില്ല. പോസ്റ്റ്മാൻ വരില്ല, പാലും കൊണ്ട് ആൾ വരില്ല, മെഡിക്കലിന്റെ ആൾക്കാർ വരില്ല, ഒരു കൊറിയറുകാരൻ വരില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ദുരിത ജീവിതമാണ് ഇവിടെ നയിക്കുന്നത്. വിഷയത്തിൽ കോടതിയും വില്ലേജ് ഓഫീസും നഗരസഭയും ഒക്കെ ഇടപെട്ടെങ്കിലും ഫലമുണ്ടായില്ല. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷന് പോലീസുകാർക്കും എല്ലാം അറിയാം ഇവിടുത്തെ സ്ഥിതി. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ നേരിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ പല ഉദ്യോഗസ്ഥരെ ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ ആർക്കും ഇതിലേക്ക് ബന്ധപ്പെട്ടിട്ട് ഞങ്ങളുടെ വഴി നഷ്ടപ്പെട്ടു പോയ കയ്യേറ്റി വെച്ച വഴി ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റിയിട്ടില്ല ഇതുവരെ. RDOയ്ക്കും കളക്ടർക്കൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. വഴി സംബന്ധമായ കേസ് നടന്നിരുന്നത് പിഷാരിക്കോവിൽ ദേവസ്വവുമായാണ്. എന്നാൽ ദേവസ്വം ബോർഡ് അല്ല വഴി കയ്യേറിയതെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. വഴി കയ്യേറിയെന്ന് ആരോപിക്കപ്പെടുന്ന ബാലചന്ദ്രൻ രേഖകളിൽ കൃത്രിമം കാട്ടിയെന്നും പരാതിയുണ്ട്. ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് ഇപ്പൊ ഈ സർവേക്കല്ലിന് അപ്പുറമുള്ള സ്ഥലം കെട്ടിയിരിക്കുന്നത്. ഇത് കൊറോണ കാലത്താണ് അദ്ദേഹം ഇത് കെട്ടിയത്. കൊറോണ കാലത്ത് സർവേക്കല്ലിന്റെ പൊക്കത്ത് വെച്ചിട്ട് ആ സർവേക്കല്ലിന്റെ പൊക്കത്ത് ഓട് വെച്ച് രാത്രിയിലാണ് ഇദ്ദേഹം കെട്ടി അങ്ങോട്ട് നീട്ടമായിട്ടിട്ട്. ഇദ്ദേഹത്തിന് അർഹതയില്ലാത്ത സ്ഥലവും കൂടിയാണ് ഇദ്ദേഹം കെട്ടി അടച്ചത്. 2020-21 കാലഘട്ടത്തിലാണ് അടച്ചിരിക്കുന്നത്. വാർദ്ധക്യ സഹജമായ കഷ്ടതകൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് 74 വയസ്സുള്ള അമ്മാവൻ. സഹോദരനും അസുഖബാധിതനാണ്. ഇവരെ ആശുപത്രിയിൽ എത്തിക്കേണ്ട സാഹചര്യം ഏതു നിമിഷവും ഉണ്ടായേക്കാം. എല്ലാ ഭൂമിയിലേക്കും 3 അടി വീതിയിൽ നടപടി നിർബന്ധമാണെന്ന റവന്യൂ നിയമം നിലനിൽക്കവെയാണ് ഈ അനീതി അരങ്ങേറുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യം വിലക്കുന്ന മനുഷ്യാവകാശ ലംഘനത്തിൽ അടിയന്തര ഇടപെടൽ കാക്കുകയാണ് ഈ കുടുംബം. ന്യൂസ് 18 കൊച്ചി. CPM ഏരിയ സമ്മേളനത്തിൽ പതാക ഗാനം ഏറ്റുപാടി ഹിറ്റായ കുഞ്ഞു സഖാവിനെ കാണാം. കാസർഗോഡ് ബേഡകം ഏരിയ സമ്മേളനത്തിൽ പാടിയ 3 വയസ്സുകാരി നിലാമഴയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ താരം.
മുന്നാട് EMS അക്ഷരഗ്രാമത്തിൽ CPIM ബേഡകം ഏരിയ സമ്മേളനത്തിന്റെ പതാക ഉയരുമ്പോൾ അമ്മയും ചേച്ചിമാരും ഈണത്തിൽ പാടുന്നതിനൊപ്പം കുഞ്ഞു നിലാമഴയും അക്ഷരസ്ഫുടതയോടെ ഒപ്പം പാടി. ഞങ്ങളിൽ രക്തമൊരിറ്റുള്ളോളം, ഞങ്ങളിൽ മാംസം തുണ്ടുള്ളോളം, കർഷകരാം തൊഴിലാളികളാം നമ്മുടെ കൊടിയുടെ മാനം കാക്കും. സമ്മേളനത്തിനെത്തിയ പ്രതിനിധികൾ സമൂഹമാധ്യമങ്ങളിൽ ദൃശ്യം പോസ്റ്റ് ചെയ്തതോടെ നിലാമഴ തരംഗമായി. അമ്മ ശ്രുതി പാടുന്നത് കേട്ടാണ് നിലാമഴ പാട്ട് പഠിച്ചെടുക്കുന്നത്. ശ്രുതിയാണ് ഇവളെ പാട്ട് പഠിപ്പിക്കാറ്. ചെറുപ്പം മുതൽ തന്നെ ശ്രുതി പാടുന്നത് കേട്ടിട്ട് ഇവള് പാടാറുണ്ടായിരുന്നു. ഈ പാട്ട് ഇപ്പോൾ ലോക്കൽ സമ്മേളനത്തിൻ്റെ പായത്ത് വെച്ചാണ് പാർട്ടി ലോക്കൽ സമ്മേളനം നടന്നത്. അപ്പോൾ അതിൻ്റെ പതാക ഗാനം, അത് ശ്രുതി പതാക ഗാനം പാടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവള് പാടി നോക്കുന്ന സമയത്ത് അത് കേട്ടിട്ടാണ് ഇവളത് പഠിച്ചത്. അപ്പോൾ ലോക്കൽ സമ്മേളനത്തിന് സമയത്ത് ഇവള് നിർബന്ധമായിട്ട് ഞാനത് പാടിയിട്ടേ സ്കൂളിൽ പോകുമെന്ന് പറഞ്ഞിട്ട് അന്നത് പാടിയിട്ടാണ് അവൾ സ്കൂളിൽ പോയത്. മന്ത്രി ശിവൻകുട്ടിയും DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീമും അടക്കമുള്ളവർ സമൂഹമാധ്യമങ്ങളിൽ നിലാമഴയുടെ പതാകഗാനം പോസ്റ്റ് ചെയ്തു. News 18 കാസർഗോഡ്. ഇതോടുകൂടി രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ ഇതേ സമയം വീണ്ടും കാണാം. നമസ്കാരം.